संशयच्छेदारं सच्चिदानन्दविग्रहं सदा सुस्मेरवदनं बालकृष्णं नमाम्यहं। सदाशिवसमारम्भां शङ्कराचार्यमध्यमाम् अस्मदाचार्यपर्यन्तां वन्दे गुरुपरम्परां। नारायणं पद्मभुवं वसिष्ठं शक्तिं च तत्पुत्रपराशरं च व्यासं शुकं गौडपदं महान्तं गोविन्दयोगेन्द्रमहास्य शिष्यं श्रीशङ्कराचार्यमहास्य पद्मपादं च हस्तामलकं च शिष्यं तं तोडकं वार्तिककारमन्यान् अस्मद्गुरून् सन्तതമാനതോസ്മി. എല്ലാവർക്കും എൻ്റെ വിനീതമായ പ്രണാമം. നമുക്കിനി വായിക്കാനുള്ളത് 5-ാമത്തെ അധികാരത്തിലെ 10-ാമത്തെ പദ്യം മുതലാണ്. 79 പേജ് നമ്പർ. എങ്കും പരിപൂർണമെന്നിൻ ഈത് അല്ലത്, എങ്കും പരിപൂർണമെന്നിനീതല്ലത്, അങ്കങ്കാമെന്നും പോത് അങ്കിലയോ പങ്കാ കേൾ ആകായം തീണ്ടിവിടും അർപ്പവറി വഴിവിലെ കാൺ പേരിൻപം ഉദിക്കും. എങ്കും പരിപൂർണം എന്നിൻ ഈത് അല്ലത്, ഈ ബ്രഹ്മം എല്ലായിടത്തും പരിപൂർണമാണ്, നിറഞ്ഞു നിൽക്കുന്നു, കൂടുതൽ കുറവില്ലാതെ എല്ലാറ്റിൻ്റെയും അകവും പുറവും വ്യാപിച്ചു നിൽക്കുന്നു. എങ്കിൽ എന്ന് പറഞ്ഞാൽ അതാണ് സിദ്ധാന്തം. വേദാന്തത്തിൻ്റെയും ശൈവ സിദ്ധാന്തത്തിൻ്റെയും ഒക്കെ ഫൈനൽ പോയിന്റ് അതാണ്, അവസാന ബിന്ദു അതാണ്. അത് എവിടെയുമുണ്ട്, എപ്പോഴുമുണ്ട്. അതില്ലാതിരുന്ന കാലമില്ല, അതില്ലാതാവുന്ന കാലവും ഇല്ല. അത് എന്നും ഒരേപോലെ വർത്തിക്കുന്നു, അപരിണാമിയാണ്, അസംഗമാണ്. എങ്കും പരിപൂർണമെന്നിൻ ഈത് അല്ലാത്, എല്ലായിടത്തും നിറഞ്ഞു നിൽക്കുന്ന പൂർണ്ണ വസ്തുവാണ് എന്ന് പറഞ്ഞാൽ അത് ഇവിടെ ഇല്ലാതെ വരുമോ? ഇവിടെയും ഉണ്ട്. എന്തിനാ അത് പറയുന്നത്? ഈ ഈശ്വരനെ അന്വേഷിച്ച് ഒരിടത്ത് ഓടി നടക്കുന്ന ആത്മാവ് ബ്രഹ്മത്തെ അന്വേഷിച്ച് സ്ഥലം മാറേണ്ട കാര്യമില്ല. സമയം മാറിയത് കൊണ്ടും അത് കിട്ടാൻ പോകുന്നില്ല. പറ്റുമെങ്കിൽ ഇപ്പോ ഇവിടെ അതിനെ സാക്ഷാത്കരിച്ചോളൂ. സാധന ചെയ്ത് കുറെ കൊല്ലങ്ങൾക്ക് ശേഷം അതിനെ സാക്ഷാത്കരിക്കാം എന്ന് കരുതുന്നത് തെറ്റാണ്. അതിപ്പോഴേ ഉണ്ട്, നമുക്ക് അതിനെ സാക്ഷാത്കരിക്കാൻ ഇപ്പൊ പറ്റുന്നില്ല, അതിനുള്ള പാകതയില്ല. അതുകൊണ്ടാണ് നമ്മളത് കുറെ കൊല്ലങ്ങൾക്ക് ശേഷം മാറ്റിവെക്കുന്നത്. ഇപ്പൊ അനുഭവപ്പെടുന്നില്ല. അപ്പൊ ഈ പൂർണ്ണ വസ്തു എല്ലായിടത്തും ഉള്ളതാണ്. അതിനെ ഇവിടെ ഇല്ല എന്ന് പറയുന്നത് ബുദ്ധിശൂന്യതയാണ്. ഇവിടെ ഇല്ലാത്തത് കൊണ്ടാണല്ലോ വേറൊരു സ്ഥലത്ത് നിന്ന് അതിനെ സാക്ഷാത്കരിക്കാൻ നോക്കുന്നത്. ഈത് അല്ലത്, ഈത് എന്ന് പറഞ്ഞാൽ ഇവിടെ എന്നാണ്. ഇവിടെ അതില്ല എന്ന് നീ പറഞ്ഞാൽ അങ്കങ്കാമെന്നും പോത് അവിടെ അവിടെയാണ് അത് എന്ന് നീ പറയുന്നതിന് തുല്യമാണ്. ഇവിടെ ഇല്ല എന്ന് പറഞ്ഞാൽ വേറെ എവിടെയെങ്കിലും അവിടെ അവിടെയായി. ഈ അവിടെ അവിടെ എന്ന് പറഞ്ഞത് കൊണ്ട് എന്താ ഉദ്ദേശിക്കുന്നത്? പുണ്യതീർത്ഥങ്ങൾ, പുണ്യസ്ഥലങ്ങൾ, കാശി രാമേശ്വരം പോലെയുള്ള പവിത്രമായ സ്ഥലങ്ങൾ, കേദാർനാഥ്, ബദരീനാഥ് എന്നൊക്കെ നമ്മൾ പറയുന്നുണ്ടല്ലോ. അങ്ങനെയുള്ള പുണ്യക്ഷേത്രങ്ങളിൽ അതുണ്ട്. അപ്പൊ ഇവിടെ ഇല്ല എന്ന് സമ്മതിക്കുന്നത് പോലെയാണ്. ഇവിടെ ഇരുന്നാൽ അത് കിട്ടില്ല, അതുകൊണ്ട് വേറെ ഏതെങ്കിലും സ്ഥലത്ത് ചെന്ന് അതിനെ അറിയാം എന്ന് കരുതുക. അത് ബുദ്ധിമോശമാണ്. അങ്ങനെ അത് അങ്കങ്കാമെന്നും പോത് അത് അവിടെ അവിടെയാണ് എന്ന് പറഞ്ഞാൽ ചില പ്രത്യേക സ്ഥാനങ്ങളിൽ ഈ ഈശ്വര ചൈതന്യം പ്രകാശിക്കുന്നു എന്ന് പറയുമ്പോൾ അങ്ങിലയോ, നീ ഇരിക്കുന്ന സ്ഥലത്ത് അതില്ലേ? നീ ഇരിക്കുന്ന സ്ഥലത്ത് അതുണ്ടെന്നല്ല, അതിലാണ് നീ ഇരിക്കുന്നത് എന്നാണ്. നമ്മുടെ ഞാൻ എന്നുള്ള അനുഭവത്തിന്റെ അധിഷ്ഠാനം ബ്രഹ്മമാണ്. ഒരാൾ ആകാശത്തെ അന്വേഷിച്ച് യാത്രയായാൽ എന്തായിരിക്കും ഫലം? സ്ഥലം, ഇടം, സ്പേസ്, അതിനെ അന്വേഷിച്ച് ഒരാൾ യാത്ര ചെയ്യുകയാണ്. അയാൾ യാത്ര തുടങ്ങുന്നതിന് മുമ്പ് സ്ഥലത്തിലാണ്, യാത്ര ചെയ്യുന്നതും സ്ഥലത്തിലൂടെയാണ്. ഇനി എവിടെയെങ്കിലും എത്തിപ്പെട്ട്
അവിടെ ആകാശത്തെ കാണാൻ പറ്റുമെന്ന് കരുതിയാൽ അവിടെയും ഈ ആകാശം തന്നെയാണ്. കടലിലുള്ള ഒരു മത്സ്യത്തിന്റെ കുഞ്ഞ് അമ്മേ ഈ കടൽ എവിടെയാണ് എന്ന് ചോദിക്കുന്നത് പോലെ. അപ്പോ ആ അമ്മ മത്സ്യം പറഞ്ഞു, കുഞ്ഞെ നീ ജനിച്ചിരിക്കുന്നത് തന്നെ കടലിലാണ്, നമ്മൾ രണ്ടുപേരും നിൽക്കുന്നത് കടലിലാണ്. ഈ കടലിനെ വിട്ട് നമുക്ക് ഒരു നിലനിൽപ്പ് തന്നെ ഇല്ല. കടലാണ് നമ്മുടെ ആശ്രയം. പക്ഷെ അതറിയാത്ത ആ കുഞ്ഞു മത്സ്യം ചോദിക്കുന്നത് കടൽ എവിടെയാണെന്ന് കടലിൽ നിന്നുകൊണ്ട് തന്നെ ചോദിക്കുന്നു. ഇതുപോലെയുള്ള ഒരു സന്ദർഭമുണ്ട്. രമണ മഹർഷിയുടെ പാർഷദന്മാരില് ഒരാള്, എനിക്ക് ഒരുപാട് പ്രശ്നങ്ങളുണ്ട്, സ്വസ്ഥത എന്താണെന്ന് ഞാൻ അറിഞ്ഞിട്ട് കൊല്ലങ്ങളായി, ദുഃഖങ്ങൾ തുടരെ തുടരെ എന്നെ ബാധിച്ചുകൊണ്ടേയിരിക്കുന്നു എന്ന് പറഞ്ഞു. അപ്പോ മറ്റൊരു പാർഷദൻ അതിന് പറഞ്ഞു, ഇതെന്താ സാക്ഷാൽ മഹർഷി, സാക്ഷാത്തായിട്ടും മഹർഷി മുമ്പിലുള്ളപ്പോ അദ്ദേഹത്തിന്റെ അടുത്ത് നിന്ന് എനിക്ക് ദുഃഖം സഹിക്കാൻ പറ്റുന്നില്ല എന്ന് പറയുന്നത് ഗംഗയുടെ കരയിൽ ഇരുന്നു കൊണ്ട് ദാഹിക്കുന്നു എന്ന് പറയുന്നത് പോലെയാണ് എന്ന് പറഞ്ഞു. അപ്പോ അത് കേട്ടിട്ട് മഹർഷി അതിനെ ഒന്നുകൂടെ മോഡിഫൈ ചെയ്തു, തിരുത്തി. ഗംഗയെ കേൾക്കുന്നത് പോയി ഗംഗയാണ് തനിക്ക് ദാഹിക്കുന്നു എന്ന് പറയുന്നത്. ഗംഗയുടെ കരയിൽ നിന്ന് ഒരാൾ പറയുന്നതല്ല. എന്തുകൊണ്ട്? ആനന്ദ സ്വരൂപമായ ബോധമാണ് ജീവരൂപത്തിൽ പ്രകടമായിരിക്കുന്നത്. അത് പറയുന്നു തനിക്ക് ദുഃഖമുണ്ടെന്ന്. ആനന്ദം താൻ ദുഃഖിക്കുന്നു എന്ന് പറയുന്നു. ഏതുപോലെ? ഗംഗ തന്നെ എനിക്ക് ദാഹിക്കുന്നു എന്ന് പറയുന്നത് പോലെ. നാം അതായിട്ടും എന്തുകൊണ്ടാണ് നമുക്ക് ദുഃഖം മാറാത്തത് എന്ന് ചോദിച്ചാൽ നാം അതാണ് എന്നറിയാത്തത് കൊണ്ട് എന്ന് മാത്രമാണ് ഉത്തരം. നാം അതാണ്, അറിഞ്ഞാലും അറിഞ്ഞില്ലെങ്കിലും അതാണ്. പക്ഷേ അറിഞ്ഞാൽ ദുഃഖമോചനം, അറിയാതിരുന്നാൽ ദുഃഖം. അപ്പൊ ആ അറിവ് നേടുക തന്നെ വേണം എന്നാണ്. അങ്കങ്കാമെന്നും പോലെ അങ്കിലയോ, അവിടെയാണ് അത് എന്ന് പറയുമ്പോഴും നീ പറയുന്ന സ്ഥലത്ത് അല്ലെങ്കിൽ നീ ഇപ്പൊ നിൽക്കുന്ന സ്ഥലത്ത് എന്താ അതില്ലേ, ഉണ്ട് എന്ന് പറയുന്നതിന് പകരമാണ് ചോദ്യമായി ചോദിക്കുന്നത്. പങ്ക കേൾ. തമിഴില് പങ്ക എന്ന് പറഞ്ഞാൽ വിഡ്ഢി, മരമണ്ട എന്നാണ് അർത്ഥം. പങ്ക, നിന്റെ ബുദ്ധിശൂന്യതയെ നീ പ്രകടമാക്കി കഴിഞ്ഞു. എന്തുകൊണ്ട്? ഇവിടെ ഇല്ലാതെ വേറെ എവിടെയോ അതുണ്ടെന്ന് പറഞ്ഞ് അന്വേഷിച്ച് അങ്ങോട്ട് പോകുന്നു. അത് തന്നെ നിന്റെ വിഡ്ഢിത്തത്തെ സൂചിപ്പിക്കുന്നതാണ്. പങ്ക കേൾ, ഞാൻ പറയാം, സത്യം പറയാം, കേൾക്കൂ, ശ്രദ്ധിക്കൂ. ആകായം തീണ്ടിവിടും. നീ ആ സത്യത്തെ സാക്ഷാത്കരിച്ചാൽ ആകാശത്തെ തൊടുന്നത് പോലെയാണ്. മനുഷ്യ സാധ്യമാണോ ആകാശത്തെ സ്പർശിക്കുക എന്നത്? പക്ഷേ ഈ സത്യത്തെ സാക്ഷാത്കരിച്ചാൽ ആകാശത്തെ തൊടുന്നത് പോലെയാണ്. ആകായം തീണ്ടിവിടും. ആ അഖണ്ഡമായ അറിവിൽ, ആ ബോധാനുഭവത്തിൽ നീ ഒന്ന് സ്പർശിക്കാൻ ഇടയായാൽ അത് മഹത്തായ ഒരു അനുഭവമായിരിക്കും. അർപ്പവറിവഴിവിലേ, അർപ്പ അറിവ് അഴിവിലേ, അല്പജ്ഞാനം അഴിയണം, ഇല്ലാതെയാവണം. എന്താണ് അല്പജ്ഞാനം? ഞാൻ ഒരു വ്യക്തിയാണ് എന്നുള്ളത് തന്നെയാണ് അല്പജ്ഞാനം. അഖണ്ഡമായ ബോധത്തെ ഞാൻ എന്ന രീതിയിൽ നമ്മൾ ചുരുക്കിയിരിക്കുന്നു, പരിമിതമാക്കിയിരിക്കുന്നു. അത് തന്നെയാണ് ആനന്ദം അനുഭവപ്പെടാതിരിക്കാനും കാരണം. പരിമിതി ഉപാധിയുമായി താതാത്മ്യപ്പെട്ടിരിക്കുന്നു. എനിക്കൊരു ശരീരമുണ്ട്, മനസ്സുണ്ട്, ബുദ്ധിയുണ്ട്, ഇന്ദ്രിയങ്ങളുണ്ട്, ഇതൊക്കെ ചേർന്നതാണ് എൻ്റെ വ്യക്തിത്വം എന്നൊക്കെ കരുതുമ്പോൾ ആ അഖണ്ഡതയെ നാം കഷണമാക്കുകയാണ്. അത് തന്നെയാണ് ആ സുഖം അനുഭവപ്പെടാതിരിക്കാനും കാരണം. അർപ്പവറിവഴിവിലെ, അല്പജ്ഞാനം നശിക്കുമ്പോൾ എന്ന് പറഞ്ഞാൽ യഥാർത്ഥ വസ്തുജ്ഞാനം നേടുമ്പോൾ കാണൂ, നിനക്ക് വ്യക്തമായി ദർശിക്കാൻ പറ്റും, മനസ്സിലാക്കാൻ പറ്റും, അറിയാൻ പറ്റും. പേരിൻപമുദിക്കും. പേരിൻപം എന്ന് പറഞ്ഞാൽ മഹാനന്ദം, വലുതായ സുഖം, മഹത്സുഖം. ആ മഹത്സുഖം ഉള്ളിൽ ഉദിക്കും, നിനക്ക് അനുഭവിക്കാറാകും. അത് പുതിയതായി വന്നതല്ല. നേരത്തെ അനുഭവിക്കാതിരുന്ന ഒന്ന് തിരിച്ചറിയപ്പെടുമ്പോൾ പുതിയതായി ഉദിച്ചതുപോലെയൊക്കെ തോന്നും. നമ്മൾ സൂര്യൻ ഉദിക്കുന്നു എന്ന് പറയുന്നത് പോലെ തന്നെ. രാത്രി സൂര്യനെ കാണുന്നില്ല, അതിരാവിലെ സൂര്യൻ ദൃശ്യമാകുന്നു. നമ്മളെന്താ പറയുന്നത്? സൂര്യൻ ഉദിക്കുന്നു എന്നാണ്.
സൂര്യൻ അവിടെ തന്നെയുണ്ട്. സൂര്യന് ഉദയവും ഇല്ല, അസ്തമനവും ഇല്ല. ഭൂമിയാണ് ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുന്നത്. ഇതുപോലെ ആ സത്യവുമായി നമ്മുടെ ബുദ്ധി ട്യൂൺഡ് ആകുമ്പോൾ എന്ന് പറഞ്ഞാൽ എന്താ, അതേ വേവ് ലെങ്ത്, അതേ തരംഗ ദൈർഘ്യത്തിൽ, സത്യത്തിന്റെ അതേ തലത്തിൽ നമ്മുടെ ബുദ്ധി അല്ലെങ്കിൽ മനസ്സെത്തുമ്പോൾ അതിനെ അറിയാൻ പറ്റും. റേഡിയോ ഒക്കെ നമ്മൾ ട്യൂൺ ചെയ്യാറില്ലേ, ഇന്ന സ്റ്റേഷൻ കിട്ടുന്നില്ല, അപ്പൊ അതിന്റെ ആ സൂചി ഇങ്ങനെ നമ്മൾ ആ നോബ് തിരിച്ചിട്ട് ഇങ്ങനെ അപ്പുറത്തോട്ടോ ഇപ്പുറത്തോട്ടോ ഒക്കെ മാറ്റുമ്പോൾ ഒരു പർട്ടിക്കുലർ പോയിന്റ് എത്തുമ്പോൾ ആ സ്റ്റേഷൻ കിട്ടും. അതിന്റെ അപ്പുറത്തോ ഇപ്പുറത്തോ പോയാൽ അതിന്റെ വോളിയം കുറഞ്ഞു പോകും, ശബ്ദം നേരെ കേൾക്കില്ല. ഒരുപാട് അകന്നു പോയാൽ ഒട്ടും കേൾക്കില്ല. അപ്പൊ കറക്റ്റ് ആ ഫ്രീക്വൻസിയിൽ എത്തുമ്പോഴാണ് ഈ ശബ്ദ തരംഗങ്ങളെ നമ്മുടെ റേഡിയോ എന്നുള്ള ഉപകരണം പൂർണ്ണമായി പിടിച്ചെടുത്ത് നമുക്കായി അത് കേൾപ്പിക്കുന്നു. ഇതുപോലെയാണ് എപ്പോഴും എല്ലായിടത്തും ആ സത്യമുണ്ട്. നമ്മൾ ട്യൂൺഡ് അല്ല, അതുമായിട്ട് അതേ തലത്തിൽ നിൽക്കാൻ നമുക്ക് സാധിക്കുന്നില്ല, നമ്മുടെ മനസ്സിന് അല്ലെങ്കിൽ ബുദ്ധിക്ക് കഴിയുന്നില്ല. അതുകൊണ്ട് എന്താ പറയുന്നത്, അത് അനുഭവപ്പെടുന്നില്ല, അതൊക്കെ വലിയ പ്രയാസമാണ്, ഒരുപാട് സാധനയൊക്കെ ചെയ്തിട്ട് നേടേണ്ടതാണ് എന്നൊക്കെ നമ്മൾ തെറ്റിദ്ധരിക്കുന്നു. അപ്പോൾ ഈ അല്പജ്ഞാനം, വ്യക്തിബോധം നീങ്ങി വസ്തുബോധം ഉണ്ടാകുമ്പോൾ പേരിൻപം ഉദിക്കും. മഹത്തായ ആ ബ്രഹ്മാനന്ദം ഉള്ളിൽ ഉദിക്കും, നിനക്ക് അനുഭവിക്കാറാകും. സച്ചിദാനന്ദം, അതായത് സത്ത് ചിത്ത് ആനന്ദം എവിടെയും പരിപൂർണമായി വ്യാപിച്ചു വിലസുന്നു എന്ന് വേദങ്ങൾ ഘോഷിക്കുമ്പോൾ അത് ഈ സ്ഥലത്തില്ലെന്നും വിഖ്യാതങ്ങളായ ക്ഷേത്ര സന്നിധികളിലേ ഉള്ളൂ എന്നും പിടിവാദം ചെയ്യുന്നത് ബുദ്ധിശൂന്യതയാണ്. അന്യ സംസ്ഥാനങ്ങളിൽ നിന്നൊക്കെ എത്ര ആൾക്കാരാണ് നമ്മുടെ പത്മനാഭസ്വാമിയെ കാണാൻ വരുന്നത്, എത്ര വണ്ടികളാണ് അവിടെ കിടക്കുന്നത്. അവിടെ ഇല്ലാത്ത ശ്രീപത്മനാഭനാണോ ഇവിടെ എഴുന്നരുളിയിരിക്കുന്നത്? അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. അയ്യപ്പനെ കാണണമെങ്കിൽ ശബരിമലയ്ക്ക് തന്നെ പോകണം, അനന്തപത്മനാഭനെ കാണണമെങ്കിൽ തിരുവനന്തപുരത്ത് തന്നെ വരണം, പിന്നെ വെങ്കടാചലപതി, ബദരീനാഥം, അവിടെയൊക്കെ പോവാം, എവിടെ വേണമെങ്കിലും പോവാം. മനസ്സിൽ ഒരിക്കലും ഭേദചിന്ത പാടില്ല. നമ്മൾ ഈശ്വരനിൽ പോലും ഭേദചിന്ത വെച്ച് പുലർത്തുന്നു. നമ്മളെന്ന് പറഞ്ഞാൽ സാധാരണ മനുഷ്യർ, അവർക്ക് ആ ദൈവം, ഈ ദൈവം, ഈ ദൈവത്തിന് ശക്തി കൂടുതൽ, ആ ദൈവത്തിന് ശക്തി കുറവ്, കുറച്ചു കാലം ഇതിനെ ഉപാസിക്കും, കാര്യമായ പ്രയോജനമൊന്നും ഉണ്ടാവുന്നില്ല. അപ്പൊ ഇദ്ദേഹത്തെ വിട്ടിട്ട് ദൈവത്തിന്റെ തന്നെ വേറൊരു പ്രതീകത്തെ അംഗീകരിക്കും. ഗുണം കിട്ടുന്നുണ്ടോ എന്ന് നോക്കാനാണ്. ഗുണം കിട്ടിയാൽ ആ ദൈവം കൊള്ളാം, ഗുണം കിട്ടിയില്ലെങ്കിൽ അയ്യം, തിരുവനന്തപുരം ഭാഷയാണ്, അയ്യം, കൊള്ളില്ല, മോശം. ഈ ഭേദചിന്ത ഇല്ലാതായാലേ രാഗദ്വേഷങ്ങൾ ഇല്ലാതെയാകും. നിങ്ങൾ ഒരിക്കലും വിചാരിക്കരുത് ഈ ഈശ്വരനെ ഉപാസിക്കുന്നവരുടെ ഉള്ളിൽ നിന്നും രാഗദ്വേഷങ്ങൾ അകന്നു പോകുമെന്ന്. ഒരിക്കലും വിചാരിക്കരുത്, അങ്ങനെയൊന്നും പോവില്ല. വലിയ വലിയ ലഹളകൾ നടന്നിട്ടുള്ളത് ഈശ്വരന്റെ പേരിലാണ്. കുരിശ് യുദ്ധങ്ങൾ, ശൈവ വൈഷ്ണവ സംഘടനം, ശിവനെ ആരാധിക്കുന്ന ഒരു കൂട്ടർ, മഹാവിഷ്ണുവിനെ ആരാധിക്കുന്ന വേറൊരു കൂട്ടർ, നിന്റെ ദൈവമോ മേലെ എൻ്റെ ദൈവമോ മേലെ, അടിച്ച് തീർത്ത് നമുക്ക് പ്രശ്നം പരിഹരിക്കാമെന്നാണ്. ഇങ്ങനെ പോകുന്നു നമ്മുടെ ഈശ്വരാരാധനയും ഈശ്വര വിശ്വാസവും. ഒന്നാണ് മനുഷ്യന്റെ സൗകര്യത്തിന് വേണ്ടി പലതെന്ന പോലെ കാണപ്പെടുന്നത്, അത് നമ്മുടെ ഉള്ളിലുള്ള ഭേദബുദ്ധി കാരണമായിട്ടാണ് ഈ പല രൂപങ്ങളെ ഓരോരുത്തരും ആരാധിക്കുന്നത്. എല്ലാം ഒന്നിന്റെ തന്നെ പ്രകടനമാണ് എന്നുള്ളത് മനസ്സിലാക്കുന്നില്ല. രാഗവും ദ്വേഷവും ഉള്ളിൽ നിന്ന് നീങ്ങണം. അതിന് ഭേദചിന്ത ആദ്യം അപ്രത്യക്ഷമാകും. വേറെ വേറെ, ഇവിടെ വേറെ വേറെ എന്ന് പറയാൻ രണ്ട് പോലും ഇല്ല. ഒന്നിന് വിട്ട് രണ്ട് എന്നുള്ളത് തന്നെ ഇവിടെ ഇല്ല. പിന്നെ എങ്ങനെയാ ഈ വേറെ വേറെ, അന്യം? തനിക്ക് അന്യമായി ഇവിടെ വേറെ ഒന്നുമില്ല. താൻ തന്നെയാണ് എല്ലാമായി തീർന്നിരിക്കുന്നത് എന്ന് പറഞ്ഞാൽ തൻ്റെ ഉള്ളിൽ ഞാൻ എന്ന രീതിയിൽ പ്രകടമാകുന്ന ബോധം, അത് ശരീരം കൊണ്ട് പരിമിതമായ ഒന്നല്ല, അത് എല്ലായിടത്തും വ്യാപിച്ചു നിൽക്കുന്ന സത്തയാണ്. അത് തന്നെയാണ് പ്രപഞ്ചരൂപം കൈക്കൊണ്ട് എൻ്റെ മുമ്പിൽ പ്രകാശിക്കുന്നത്. ഇവിടെയുള്ള വസ്തുക്കളും വ്യക്തികളും അതിൻ്റെ പ്രകടനമാണ് എന്ന് കാണാൻ കഴിഞ്ഞില്ലെങ്കിൽ ഏത് ഈശ്വരനെ എത്ര കാലം ഭജിച്ചാലും ഒരു പ്രയോജനവും ഉണ്ടാവാൻ പോകുന്നില്ല. ഈ ഏകത്വം മനസ്സിന് ഉറപ്പ് വരാതെ നമ്മുടെ ഭക്തി ഒരിടത്തും ചെന്നെത്തില്ല, ഒരിടത്തും എത്തില്ല. പ്രസ്തുത വേദരഹസ്യം പൂർണ്ണമായി വിശ്വസിക്കുക. എന്താണ് പ്രസ്തുത വേദരഹസ്യം?
എങ്ങും നിറഞ്ഞു നിൽക്കുന്ന ഒരു സത്ത മാത്രമേ ഇവിടെ നിലവിലുള്ളൂ. എല്ലാം അതിൻ്റെ പ്രകടനങ്ങളാണ്. അരുൾ ദർശന ശേഷം അനുഭവമാകുന്ന പരയോഗസ്ഥാനമായ ചിദാകാശവും താണ്ടി അവിടെ മങ്ങിപ്രകാശിക്കുന്ന നിന്റെ അല്പമായ ജീവബോധവും കെടുന്ന അവസരത്തിൽ, ശുദ്ധമായ അദ്വൈത സ്ഥിതിയിലേക്ക് പോകുന്നതിന് മുമ്പ് അല്പം ദ്വൈതം കലർന്ന ഒരു അനുഭവം ഉണ്ടാവും. അവിടെ ജ്ഞാനം ഉണ്ടാകും, ഒരു സുഖാനുഭവവും ഉണ്ടാവും. അതിനെയും താണ്ടിക്കിടക്കണം എന്നാണ്. ഈ ഞാൻ പൂർണ്ണമായി അപ്രത്യക്ഷമാകണം. അപ്പോഴാണ് സത്യം അതിൻ്റെ പൂർണ്ണമായ ഉജ്ജ്വലതയോടുകൂടി പ്രകാശിക്കുന്നത്. അവിടെ മങ്ങിപ്രകാശിക്കുന്ന നിന്റെ അല്പമായ ജീവബോധവും കെടുന്ന അവസരത്തിൽ നിനക്ക് സച്ചിദാനന്ദ ഘനമായ മഹാനന്ദം സ്വയം അനുഭവമാകും. അത് തനിയെ ഉള്ളിൽ പ്രകാശിക്കും. അഭ്യാസത്താൽ നീ ആ മഹത്തായ അനുഭവം നേടിക്കൊള്ളുക. കുറച്ച് പരിശീലനം, അഭ്യാസം. എന്താണ് അഭ്യസിക്കാനുള്ളത്? എല്ലാം ഒന്ന്. എത്ര മനോയാതി ബ്രഹ്മണസ്തത്ര ദർശനം. മനസ്സ് ഏതേതിൽ ചെന്ന് പതിക്കുന്നുവോ, അത് ജീവനുള്ളതോ ജീവനില്ലാത്തതോ, ചരമോ അചരമോ, നല്ലതോ മോശമോ, സുന്ദരമോ വിരൂപമോ, എന്ത് തന്നെയായാലും മനസ്സ് ഏതിൽ ചെന്ന് പറ്റുന്നുവോ അതിനെ ഈശ്വരൻ എന്ന് തീരുമാനിക്കാനുള്ള പാകത നമ്മുടെ ബുദ്ധിക്കുണ്ടാകും. അത് ബുദ്ധിയുടെ തലത്തിലാണ് ഒക്കെ ഈശ്വരമയം എന്നുള്ളത്. വ്യവഹാരവും ഈ പരമാർത്ഥ സ്ഥിതിയും തമ്മിൽ കൂട്ടിക്കുഴയ്ക്കരുത്. എല്ലാം ഒന്നെന്നുള്ള ഭാവം ഉള്ളില് ബുദ്ധിയിൽ പ്രകാശിച്ചാൽ മതി. എന്തിന്? രാഗദ്വേഷങ്ങൾ ഇല്ലാതാവാൻ. രാഗദ്വേഷങ്ങൾ അകന്ന ഒരു മനസ്സിലാണ് ആത്മജ്ഞാനം പ്രകാശിക്കുക. പ്രസാദം എന്നാണ് അതിനെ പറയുന്നത്. രാഗദ്വേഷ വിയുക്തൈസ്തു വിഷയാൻ ഇന്ദ്രിയൈശ്ചരൻ ആത്മവശ്യൈർ വിധേയാത്മാ പ്രസാദമധിഗച്ഛതി. പ്രസാദേ സർവദുഃഖാനാം ഹാനിരസ്യോപജായതേ പ്രസന്ന ചേതസോ ഹ്യാശു ബുദ്ധി പര്യവതിഷ്ഠതേ. പ്രസാദം എന്നാണ് ഗീതാകാരൻ ഈ ആത്മജ്ഞാനത്തിന് കൊടുക്കുന്ന പേര്. സുഖം, ആനന്ദം എന്നാണ് ആ വാക്കിന്റെ അർത്ഥം. യോഗവാസിഷ്ഠമാണെങ്കിൽ അന്തശീതളത എന്നുള്ള വാക്കാണ് ഉപയോഗിക്കുന്നത്. ശീതളത, ഉൾക്കുളിർമ. ഉള്ളിലുള്ള ആ ചൂടൊക്കെ പോയി ഉള്ളിലൊരു AC ഫിറ്റ് ചെയ്തതുപോലെ എപ്പോഴും ഒരു നല്ല സുഖം. അത് പുറമേ ഒന്നിനെയും ആശ്രയിച്ചുള്ളതല്ല, നമ്മുടെ തന്നെ സ്വരൂപമാണ്. നമ്മുടെ ഉള്ളിൽ നിന്ന് അത് പുറത്തേക്ക് കരകവിഞ്ഞൊഴുകുന്നതായി അനുഭവിക്കാൻ പറ്റും. പ്രപഞ്ചം മുഴുവൻ അത് വ്യാപിച്ചു നിൽക്കുന്നതായി അനുഭവിക്കാൻ പറ്റും. താൻ ആനന്ദ സാഗരത്തിൽ നീന്തുന്നതായിട്ട് അനുഭവിക്കാൻ പറ്റുന്ന, താൻ മാത്രമല്ല എല്ലാ ശരീരങ്ങളും. ആരെ കണ്ടാലും ഇവരൊക്കെ ആനന്ദസ്വരൂപികൾ. അങ്ങനെ ആനന്ദസ്വരൂപികളായി എല്ലാവരെയും കാണാൻ കഴിയുന്ന ഒരാൾക്ക് ആരുടെ ദുഃഖം മാറ്റാൻ പറ്റും ഇവിടെ? അതുകൊണ്ടാണ് രമണ മഹർഷിയോട് എന്ന് ചോദിച്ചത്, അങ്ങ് കുറെ സാമൂഹ്യ പ്രവർത്തനമൊക്കെ ചെയ്തൂടെ? ഇവിടെ ഇങ്ങനെ ഒറ്റയ്ക്ക് ഈ പരമാനന്ദം അനുഭവിച്ച് സ്വാർത്ഥനായി കഴിയുന്നത് ശരിയാണോ എന്ന് ചോദിച്ചു. അപ്പൊ അദ്ദേഹം പറഞ്ഞു, എൻ്റെ കാഴ്ചപ്പാടിൽ എല്ലാവരും ബ്രഹ്മസ്വരൂപികളാണ്. ഇവിടെ ദുഃഖിക്കുന്ന ആരുമില്ല. ഒക്കെ പരമാനന്ദം രൂപം കൈക്കൊണ്ട് പ്രകാശിക്കുന്നതാണ്. ദുഃഖമുണ്ടെന്ന് എനിക്ക് കൂടെ തോന്നിയാലല്ലേ ഞാൻ ദുഃഖ നിവൃത്തി വരുത്താൻ പ്രയത്നിക്കേണ്ട കാര്യമുള്ളൂ. ഡോക്ടർക്ക് തോന്നുകയാണ്, അദ്ദേഹത്തിന്റെ മുമ്പിൽ വന്നിരിക്കുന്ന ഒരു രോഗിക്ക് യാതൊരു അസുഖവും ഇല്ല. പക്ഷെ രോഗി പറയുന്നു തനിക്ക് അസുഖമുണ്ടെന്ന്, എനിക്കെന്തോ കുഴപ്പമുണ്ടെന്നാണ് പറയുന്നത്. തനിക്ക് യാതൊരു പ്രശ്നവുമില്ല, തൻ്റെ മനസ്സിന്റെ വിഭ്രമമാണ്, യു ആർ പെർഫെക്റ്റ്ലി ഓൾ റൈറ്റ് എന്ന് പറഞ്ഞാൽ ഈ രോഗി കൂട്ടാക്കുന്നില്ല. ഇവിടെ രോഗിയുടെ വാക്കിനോ നാം വില കൽപ്പിക്കേണ്ടത്, അല്ലെങ്കിൽ ഡോക്ടറുടെ വാക്കിനോ. രോഗി തെറ്റായി തന്നിൽ രോഗത്തെ ആരോപിച്ചിരിക്കുകയാണ്. ദുഃഖം നമ്മിൽ ആരോപിക്കപ്പെട്ട ഒന്നാണ്, അധ്യസ്ഥമാണത്. നമ്മുടെ സ്വരൂപത്തിൽ ദുഃഖത്തിന്റെ കണിക പോലുമില്ല. ആ സത്യം ഒരു ജ്ഞാനി കാണുന്നു. അതുകൊണ്ട് ഈ ദുഃഖമൊക്കെ ഓരോരുത്തർ വന്ന് അദ്ദേഹത്തോട് പറയുമ്പോൾ അദ്ദേഹം ഒരു ഉദാസീന ഭാവത്തിലായിരിക്കും ഇരിക്കുക. പലപ്പോഴും സഹതപിച്ചുവെന്ന് വരാം. അദ്ദേഹം ഈ ഒരു ശിലാഹൃദയനൊന്നും അല്ലല്ലോ. പക്ഷേ ഇവരുടെ ഈ ദുഃഖം, പ്രശ്നം, ദുരിതം എന്നൊക്കെ പറയുന്നതിൽ ഒരു കഴമ്പുമില്ല. ആനന്ദം, പരമാനന്ദം, അത് മാത്രമേ ഇവിടെ യഥാർത്ഥത്തിലുള്ളൂ എന്ന് അദ്ദേഹത്തിന് നല്ലതുപോലെ അറിയാം. അടുത്ത പദ്യം വായിക്കാം. ഉടമ്പുള്ള മട്ടും വിടയമൊടുങ്ക ഒടുങ്കിലോ കേവലമാം ഉമ്പർ ഇടം പുൾ പരന്താർ കലങ്കുമോ പാശത്തിനുണ്മൈ അറിந்தால்
சுடா தடை போலாம் ഉടമ്പുള്ള മട്ടും വിടയം ഒടുങ്ക. വിടയം വിഷയം. ഷാക്ക് ടാ പറയുന്ന ഒരു ഏർപ്പാട് തമിഴിലുണ്ട്. ശരീരമുള്ളിടത്തോളം എന്ന് പറഞ്ഞാൽ ദേഹവുമായി താദാത്മ്യം ഉള്ളിടത്തോളം കാലം വിടയം ഒടുങ്ക, വിഷയങ്ങൾ ഒടുങ്ങുകയില്ല. വിഷയങ്ങൾ എന്ന് പറഞ്ഞാൽ ഇന്ദ്രിയ വിഷയങ്ങൾ, ഭോഗപദാർത്ഥങ്ങൾ. ശരീരമുള്ളിടത്തോളം കണ്ണ് രൂപത്തെ കാണും, ചെവി ശബ്ദം കേൾക്കും, മൂക്ക് ഗന്ധത്തെ അറിയിച്ചു തരും, നാവ് രുചിയെയും ത്വക്ക് സ്പർശത്തെയും അറിയിക്കും. അതിൽ നിന്ന് ഒഴിവാവുക എന്നുള്ളതല്ല ആത്മജ്ഞാനത്തിന്റെ ലക്ഷണം. അതൊക്കെ ബ്രഹ്മമാണ് എന്ന് അറിയുന്നതാണ് ആത്മജ്ഞാനം. അല്ലാതെ കല്ലുപോലെ നിർവികാരനായിട്ട് ഇരിക്കുകയല്ല ആത്മജ്ഞാനത്തിന്റെ ലക്ഷണം എന്ന് പറയുന്നത്. പലർക്കും പല തെറ്റിദ്ധാരണകളാണ്. സംവേദനക്ഷമത ഇല്ലാതെ, സെൻസിറ്റിവിറ്റി ഇല്ലാതെ ശവം പോലെ ജീവിക്കുന്നവനാണ് ജ്ഞാനി എന്നൊരിക്കലും വിചാരിക്കരുത്. അദ്ദേഹത്തിനും ചൂട്, തണുപ്പ്, വിശപ്പ്, ദാഹം, ശാരീരികവും മാനസികവുമായ എല്ലാ വികാരങ്ങളും അദ്ദേഹത്തിനുണ്ട്. പക്ഷേ അദ്ദേഹം ഒന്നുകൊണ്ടും ബാധിക്കപ്പെടുന്നില്ല. ഉള്ളിൽ സ്ഥിരമായ ആനന്ദം അനുഭവിച്ചുകൊണ്ട് കഴിയുന്നു എന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ മഹത്വം. അപ്പൊ കണ്ണടച്ച് പിടിക്കണം, ചെവി അടച്ചു പിടിക്കണം, അങ്ങനെയുള്ള ധാരണകളൊന്നും വേണ്ട. ഇപ്പൊ ജീവിക്കുന്നത് പോലെ ജീവിച്ചാൽ മതി. പക്ഷെ ഉള്ള് മാറണം. പരിണാമം ഉള്ളിലാണ് സംഭവിക്കേണ്ടത്. ഉടമ്പുള്ള മട്ടും, ശരീരമുള്ളിടത്തോളം കാലം, അല്ലെങ്കിൽ താൻ ശരീരമാണെന്നോ തനിക്ക് ശരീരം ഉണ്ടെന്നോ ഉള്ള വിചാരം ഏത് ആത്മജ്ഞാനിയുടെ ഉള്ളിലും ഒരു നിഴല് പോലെ ഉണ്ടാവും. അതുള്ളിടത്തോളം കാലം വിഷയങ്ങൾ ഒടുങ്ങാൻ പോകുന്നില്ല. എന്ന് പറഞ്ഞാൽ വിഷയങ്ങളും ഇന്ദ്രിയങ്ങളുമായുള്ള സമ്പർക്കം കൊണ്ട് അദ്ദേഹത്തിന് ഈ വിഷയാനുഭവം ഉണ്ടാവും. പക്ഷെ ദുഃഖിക്കുന്നില്ല എന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ മെച്ചം. ദുഃഖിക്കുന്നില്ല. ഒരു പരിതസ്ഥിതിയിലും അദ്ദേഹത്തിന്റെ മനസ്സ് പതറുന്നില്ല. വിടയം ഒടുങ്ക, ഒടുങ്ങുകിലോ. ഇനി വിഷയങ്ങൾ ഒടുങ്ങണം എന്ന് നിങ്ങൾ ശാഠ്യം പിടിച്ചാൽ വിഷയാനുഭവം തന്നെ ഇല്ലാതാവണം. അതില്ലാതെ എന്താ ആത്മാനുഭവം എന്ന് നിങ്ങൾ ചോദിച്ചാൽ, വിഷയങ്ങൾ ഒടുങ്ങുക എന്ന് പറഞ്ഞാൽ ഒരുതരം ലയാവസ്ഥയാണ്. സുഷുപ്തി പോലെയോ മോഹാലസ്യം പോലെയോ ഒരവസ്ഥയാണ്. പരിതസ്ഥിതികളെ അറിയാതിരിക്കുന്ന ഒരവസ്ഥ. അതെങ്ങനെ ആത്മജ്ഞാനമോ? ഇതൊക്കെ വലിയ തെറ്റിദ്ധാരണയാണ്. അങ്ങനെ പാറ പോലെ ഇരിക്കുക അല്ല. അനങ്ങാതിരിക്കാൻ കഴിയുന്നത് നല്ലതല്ലേ? അനങ്ങാതിരിക്കാൻ കഴിയുന്നത് നല്ലത് തന്നെയാണ്. പക്ഷെ എത്ര നേരം അങ്ങനെ ഇരിക്കും? ഈ മനസ്സ് വൃത്തികളുടെ രൂപത്തിൽ ചലിക്കുമല്ലോ. അത് പുറം വിഷയങ്ങളെ ഗ്രഹിക്കാൻ തുടങ്ങുമല്ലോ. അപ്പൊ എന്താണ് നമ്മുടെ ഉള്ളിലുള്ള അനുഭവം? ഇതാണ് ചോദ്യം. കുറെ നേരം നിങ്ങൾക്ക് സമാധിയിൽ ഇരിക്കാൻ പറ്റി, സുഷുപ്തി സദൃശമായ ഒരവസ്ഥ നമുക്ക് നേടി, നല്ല സുഖാനുഭവം ഉണ്ടായി. നല്ലത് തന്നെയാണ്. സുഖം അനുഭവിക്കേണ്ടെന്ന് ആരാ പറയുന്നത്? ഇവിടെ സുഖിക്കൂ എന്നാണ് പറയുന്നത്. ഏറ്റവും നല്ല പോലെ സുഖിക്കാനുള്ള മാർഗമാണ് വേദാന്തം പറഞ്ഞു തരുന്നത്. അതുകൊണ്ട് മറ്റ് കൃത്രിമമായ രീതിയിൽ സുഖം അനുഭവിക്കുന്നതിനെ വേദാന്തം ഒരിക്കലും എതിർക്കുന്നില്ല. അത് നല്ലത് തന്നെയാണ്. പക്ഷേ അതൊക്കെ മാറി മറിയുന്നതാണ്, ക്ഷണികമാണ്. നിങ്ങൾക്ക് വേണ്ടത് നിരന്തരവും കുറവറ്റതുമായ സുഖമാണ്. അഴിവറ്റ സുഖമാണ് നമുക്ക് വേണ്ടത്. അതിന് വിഷയങ്ങളെ ആശ്രയിച്ചാൽ പറ്റില്ല, ആത്മാവിനെ തന്നെ ആശ്രയിക്കും. അവിടെ മാത്രമേ ഒരു അഭിപ്രായ വ്യത്യാസമുള്ളൂ. അല്ലാതെ ആനന്ദാനുഭവം നേടണ്ട എന്ന് വേദാന്തി ഒരിക്കലും പറയില്ല. ഒടുങ്ങുകിലോ, ഒടുങ്ങിയാൽ, വിഷയങ്ങൾ ഒടുങ്ങിയാൽ ഒരുതരം അബോധാവസ്ഥയാവും ഉണ്ടാവുക. സുഷുപ്തിയോ മോഹാലസ്യമോ പോലെ. അബോധാവസ്ഥയിൽ എങ്ങനെയാ ബോധം പ്രകാശിക്കുക? പരസ്പര വിരുദ്ധമല്ലേ? മനസ്സ് ലയിച്ചു പോയാൽ അവിടെ എന്തിന് പ്രകാശിക്കാൻ പറ്റും? എല്ലാ അനുഭവങ്ങളും ഒടുങ്ങിപ്പോവുകയാണല്ലോ ഈ മനോലയത്തിൽ സംഭവിക്കുന്നത്. അതുകൊണ്ട് നമുക്ക് വേണ്ടത് മനോലയമല്ല, മനോനാശമാണ്. ഇത് തമ്മിൽ എന്താ വ്യത്യാസം? മനോലയം, മനോനാശം. ലയിച്ച മനസ്സ് വീണ്ടും പൊന്തി വരും. നശിച്ച മനസ്സ് ഉയർത്തെഴുന്നേൽക്കില്ല. അത് എന്നേക്കുമായി മൃതമായി മരിച്ചുപോയി. മനോനാശമാണ് ഒരാൾ നേടാൻ ശ്രമിക്കേണ്ടത്, മനോലയമല്ല. മനോലയം കൃത്രിമമായി തന്നെ അല്ല, സ്വാഭാവികമായി തന്നെ നമ്മൾ ദിവസേന നേടുന്നുണ്ടല്ലോ നമ്മുടെ ഉറക്കത്തിൽ. അപ്പോൾ സുഖം അനുഭവപ്പെടുന്നുണ്ടല്ലോ. പക്ഷെ ഉണർന്നെഴുന്നേറ്റാൽ അത് പോയില്ലേ? എത്ര നേരം സുഷുപ്തിയിൽ കഴിയാൻ പറ്റും? അതുകൊണ്ട് ലയമല്ല നമ്മുടെ ലക്ഷ്യം, നാശമാണ്. ഇനി ഒരിക്കലും ഈ മനസ്സ് വൃത്തികളുടെ രൂപത്തിൽ പൊന്തരുത്.
അതിനുള്ള മാർഗം എന്താ? ഒന്നേ ഉള്ളൂ എന്ന് ബുദ്ധിയെ പഠിപ്പിക്കുക. അതേ ഉള്ളൂ മാർഗം. പലത് കാണുന്നത് ഏതാണ്? ബുദ്ധിയാണ് പലതിനെ കാണുന്നത്. ഇന്ദ്രിയങ്ങളും മനസ്സും ചേർന്ന് പലതിനെയും ബുദ്ധിയുടെ മുമ്പിൽ സമർപ്പിക്കുന്നു. ഈ ബുദ്ധിയിൽ അജ്ഞാനമുള്ളത് കൊണ്ട്, അല്ലെങ്കിൽ ബുദ്ധിക്ക് ഏകത്വം ഉറപ്പു വരാത്തത് കൊണ്ട് വേറെ വേറെയാണെന്ന് തെറ്റിദ്ധരിക്കുന്നു. ഇതേ ബുദ്ധിയിലാണ് ഏകത്വം ഉറപ്പിക്കപ്പെടേണ്ടത്. ഏത് ബുദ്ധിയാണോ നമ്മെ കുഴപ്പത്തിൽ ചാടിച്ചിരിക്കുന്നത്, അതേ ബുദ്ധി തന്നെ നമ്മെ നേർവഴിക്ക് നയിക്കുകയും വേണം. അതിലെന്താ വേണ്ടത്? ആ ബുദ്ധിയിലുള്ള ദോഷത്തെ എടുത്തു കളയണം. എന്താണ് ബുദ്ധിയിലുള്ള ദോഷം? അഹങ്കാരം എന്ന് പറയാം. അഹങ്കാരത്തിന്റെയും കാരണമായ അജ്ഞാനം, സത്യത്തെക്കുറിച്ചുള്ള അറിവില്ല. എന്താണ് വസ്തുസ്ഥിതി എന്നുള്ളത് മനസ്സിലാക്കുന്നില്ല. ആ ബുദ്ധിയാണ് ഈ പ്രപഞ്ച വിഷയങ്ങളിൽ മോഹിച്ചു പോകുന്നത്, നാനാത്വത്തെ ദർശിക്കുന്നത്. അപ്പൊ അതിനെ ഏകത്വം പഠിപ്പിക്കണം. ഒന്നേ ഉള്ളൂ എന്ന് അതിനെ നമ്മൾ പഠിപ്പിക്കണം. നമ്മളെ എങ്ങനെ മോൾഡ് ചെയ്യുന്നോ അങ്ങനെ ആവും നമ്മുടെ ബുദ്ധി. വിഷയങ്ങളിലാണ് അതിനെ വ്യാപരിപ്പിക്കുന്നതെങ്കിൽ വിഷയത്തിന്റെ പുറകെ തന്നെ പോകും. ബ്രഹ്മത്തിൽ അതിനെ തിരിച്ചുവിട്ടാൽ കുറച്ചു കാലം കൊണ്ട് അത് ബ്രഹ്മത്തിൽ രമിക്കാൻ തുടങ്ങും. യസ്യ ബ്രഹ്മണി രമതേ ചിത്തം നന്ദതി നന്ദതി നന്ദത്യേവ. ആരുടെ മനസ്സാണോ ബ്രഹ്മ സ്മരണയിൽ തന്നെ, ബ്രഹ്മ വിചിന്തനത്തിൽ തന്നെ എന്തെന്നില്ലാത്ത ആനന്ദം അനുഭവിക്കുന്നത്, ആത്മാവിനെ സാക്ഷാത്കരിച്ചിട്ട് വേണ്ട, ആത്മാവിനെ കുറിച്ച് ചിന്തിക്കാനും പറയാനും വിചാരം ചെയ്യാനും ഒക്കെ നമുക്ക് അതിലൊരു രസം കണ്ടെത്തിയാൽ അയാൾക്ക് അപ്പൊ തന്നെ സന്തോഷം ലഭിച്ചു കഴിഞ്ഞു എന്നാണ്. ഇനിയിപ്പോ നിർഗുണമായ സത്യത്തെ സാക്ഷാത്കരിക്കാനൊന്നും പോണ്ട, ഇപ്പൊ തന്നെ ആ സുഖം കുറെയൊക്കെ നമുക്ക് അനുഭവിക്കാൻ പറ്റും. അപ്പൊ ഈ വിഷയങ്ങൾ ഒടുങ്ങിയാൽ അബോധാവസ്ഥയാവും നമ്മുടെ ഉള്ളിൽ ഉണ്ടാവുക. അവിടെയും അഹങ്കാരം നശിക്കുന്നില്ല. നമ്മൾ കുറച്ചു നേരം ബോധമില്ലാതെ കിടന്നു, ബോധക്ഷയം സംഭവിച്ചു എന്ന് വിചാരിക്കുക, അഹങ്കാരം നശിച്ചു എന്ന് പറയാൻ പറ്റുമോ? കുറച്ചു കഴിഞ്ഞ് അയാൾ ഉണർന്നു വരുമല്ലോ. ഈ ഉണർന്നു വരിക എന്ന് പറഞ്ഞാൽ അഹങ്കാരം ഉണർന്നു വരികയാണ് ചെയ്യുന്നത്. ആ അഹങ്കാരം ബുദ്ധിയിലോ അല്ലെങ്കിൽ അന്ധകരണത്തിലോ അധിഷ്ഠിതമായതുകൊണ്ട് ഞാൻ ഉണർന്നു എന്ന് പറയുമ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്നത് മനസ്സുണർന്നു, മനസ്സ് ജാഗ്രത അവസ്ഥയിൽ കടന്നു, ബാഹ്യപ്രപഞ്ചത്തെ അറിയാൻ തുടങ്ങി. അതിനെയാണ് നമ്മൾ ഉണരുക എന്ന് പറയുന്നത്. അപ്പൊ ആ ഉണർവിലേക്ക് വരാതെ ലയിച്ചു കിടന്നാലും അഹങ്കാരനാശം സംഭവിക്കുന്നില്ല. ഉംബർ ഇടം പുൾ പറന്താൽ. ഉംബർ ഇടം, ഉംബർ എന്ന് പറഞ്ഞാൽ ദേവന്മാർ എന്നാണ്. പഴയ മലയാള പദ്യങ്ങളിൽ ഉംബർ കോൻ ദേവേന്ദ്രൻ. ഉംബർ എന്ന് പറഞ്ഞാൽ ദേവന്മാർ, കോൻ എന്ന് പറഞ്ഞാൽ രാജാവ്. കോൻ ദേവന്മാരുടെ രാജാവ് ദേവേന്ദ്രൻ, ഉംബർ കോൻ ദേവേന്ദ്രൻ. ഇവിടെ ഉംബർ ഇടം ദേവന്മാരുടെ സ്ഥലം, അന്തരീക്ഷം, ആകാശമാണല്ലോ, അങ്ങ് മുകളിലാണ് എന്നാണല്ലോ നമ്മൾ പറയുന്നത്. ദ്യോവ്. ഉംബർ ഇടം പുൾ പറന്താൽ. ഈ അന്തരീക്ഷം അല്ലെങ്കിൽ ആകാശം, ആകാശത്തിലൂടെ ഒരു പക്ഷി പറന്നു പോയാൽ ആകാശത്തിന് വിഷമം ഉണ്ടാകുമോ എന്ന്? ഒന്നല്ല, 1000 പക്ഷികൾ പറന്നു പോയാലും ആകാശത്തിന് അതുകൊണ്ട് ഒരു ബുദ്ധിമുട്ടുമില്ല. എത്ര മഴ പെയ്താലും ആകാശം നനയുന്നില്ല. എത്ര വലിയ അഗ്നിബാധയുണ്ടായാലും, ആകാശം മുട്ടുന്ന രീതിയിൽ അഗ്നിജ്വാലകൾ ഉയർന്നാലും ആകാശം ദഹിപ്പിക്കപ്പെടുന്നില്ല. മറ്റ് 4 ഭൂതങ്ങളെയും തന്നിൽ നല്ലതുപോലെ വയ്ക്കാൻ കഴിവുള്ള അതിസൂക്ഷ്മമായ ഭൂതമാണ് ആകാശം. ഇതുപോലെ ബോധത്തിൽ എന്ത് കോലാഹലം വേണമെങ്കിലും നടന്നോട്ടെ, അതൊന്നും കൊണ്ട് അത് ബാധിക്കപ്പെടുന്നില്ല. ഉംബർ ഇടം പുൾ പറന്താൽ. അന്തരീക്ഷത്തിലൂടെ പുള്ള് പക്ഷി പറന്നാൽ കലങ്കുമോ? ആ ആകാശം വിഷമിക്കുമോ? അതിന് ഏതെങ്കിലും തരത്തിൽ ബുദ്ധിമുട്ടുണ്ടാകുമോ? ഇല്ല. അതുപോലെ എല്ലാം ആത്മമയമാണ് എന്ന് സാക്ഷാത്കരിക്കുന്ന ഒരാൾക്ക് ഈ ലോകത്തിൽ എന്ത് സംഭവിച്ചാലും അയാൾ കുലുങ്ങുന്നില്ല. പാലം കുലുങ്ങിയാലും കേളം കുലുങ്ങില്ല എന്നാണ്. ഒരു സംഭവവും അദ്ദേഹത്തിന്റെ സ്വസ്ഥതയെ നശിപ്പിക്കാൻ പര്യാപ്തമല്ല. എന്തുകൊണ്ട്? ഒന്നേ ഉള്ളൂ, അതിന് ഒരു തകരാറും സംഭവിക്കുന്നില്ല. ഞാൻ എന്തിനു ദുഃഖിക്കണം? ഇവിടെ കുഴപ്പമുണ്ട് എന്ന് കരുതുന്നവനാണല്ലോ ദുഃഖിക്കുന്നത്. ഒരു കുഴപ്പമില്ലെങ്കിൽ TV-യിൽ വെള്ളപ്പൊക്കവും അഗ്നിബാധയും കൊടുങ്കാറ്റും ഒക്കെ കാണുന്നു. അമേരിക്കയിൽ വീശിയടിച്ച കൊടുങ്കാറ്റ്, വൃക്ഷങ്ങളൊക്കെ കടപുഴകി വീഴുന്നു, വീടിന്റെ മേൽക്കൂരയൊക്കെ പറന്നു പോകുന്നു.
അമേരിക്കയിൽ ശരിക്കും അങ്ങനെ നടന്നതാണ്. പക്ഷെ നമ്മൾ ടി വിയിൽ അത് കണ്ട് രസിക്കുകയാണ് ചെയ്യുന്നത്. എനിക്ക് തോന്നുന്നില്ല അതൊക്കെ കണ്ടിട്ട് ആർക്കെങ്കിലും ദുഃഖം ഉണ്ടാവുമെന്ന്. നമ്മൾ സിനിമ കാണുന്നത് പോലെ നമ്മൾ അധിവസിക്കുന്ന ഭൂമിയുടെ ഒരു മൂലയ്ക്ക് നടക്കുന്ന കാര്യങ്ങളാണ് ഈ ടി വിയിലൂടെ സംപ്രേഷണം ചെയ്യപ്പെടുന്നത്. അത് കണ്ട് നമ്മൾ ആസ്വദിക്കുകയാണ് ചെയ്യുന്നത്. ആ ടി വി സ്ക്രീനിന് എന്തെങ്കിലും സംഭവിക്കുന്നുണ്ടോ? ഒന്നുമില്ല. അത് ശുദ്ധമാണ്. ഈ മഴയും വെള്ളപ്പൊക്കവും കാണിക്കുമ്പോൾ ഒരു തുള്ളി വെള്ളം പോലും ആ സ്ക്രീനിൽ പറ്റി നിൽക്കുന്നില്ല, സ്ക്രീൻ നനയുന്നില്ല. അതുപോലെ അഗ്നിയെ കാണിച്ചാലും അല്പം പോലും കരിയോ പൊടിയോ ഒന്നും നമ്മുടെ ടി വി സ്ക്രീനിൽ പതിയുന്നില്ല. ഇതുപോലെ ഒന്നുകൊണ്ടും ബാധിക്കപ്പെടാതെ നിൽക്കുന്ന ഒരു സത്തയാണ്, ഒരു സത്തയല്ല, അങ്ങനെ ഒന്നേ ഉള്ളൂ. അതിനെയാണ് ആത്മാവ്, ബ്രഹ്മം എന്ന് പറയുന്നത്. അത് ആനന്ദ സ്വരൂപവുമാണ്. അതിനെ ആനന്ദിക്കാൻ മറ്റൊന്നിന്റെ സഹായം ആവശ്യമില്ല. എല്ലാ ആനന്ദങ്ങളും ഇതിൽ നിന്ന് തെറിച്ചു വീഴുന്നതാണ്. ഒരു വലിയ വെള്ളച്ചാട്ടത്തിൽ നിന്നും ജലത്തുള്ളികൾ 4 ഭാഗത്തും തെറിച്ചു വീഴുന്നത് പോലെ ഈ ആനന്ദത്തിന്റെ കണികകളാണ് വിഷയങ്ങളിലൂടെ, ഇന്ദ്രിയങ്ങളിലൂടെ സകല ജീവന്മാരും അനുഭവിക്കുന്നത്. ആ ആനന്ദത്തിന്റെ എല്ലാം ഒരു സമുദ്രം പോലെയാണ് ഈ ആത്മാവ്. ഉമ്പർ ഇടം പുൾ പറന്താൽ കലങ്കുമോ പാശത്തിൻ ഉണ്മൈ അറിന്താൽ. പാശം എന്ന് പറഞ്ഞാൽ കയറ് എന്നാണ്. ബന്ധം, ബന്ധനം. ബന്ധത്തിന്റെ രഹസ്യം മനസ്സിലാക്കിയാൽ നമ്മൾ ബന്ധത്തിൽ നിന്ന് മുക്തി നേടാനാണല്ലോ ആഗ്രഹിക്കുന്നത്. അതാണല്ലോ മോക്ഷം വേണം എന്ന് പറയുന്നത്. അപ്പൊ നമ്മളിപ്പോ ബദ്ധരാണ് എന്നൊരു വിചാരമുണ്ട്. ഈ ബന്ധത്തിന്റെ രഹസ്യം മനസ്സിലാക്കുക എന്ന് പറഞ്ഞാൽ എന്താ? ബന്ധം എന്നൊന്നും ഇല്ല എന്ന് മനസ്സിലാക്കുക. അയ്യോ, അങ്ങനെ മനസ്സിലാക്കിയാൽ പിന്നെ മോക്ഷത്തിന്റെ ആവശ്യമില്ലല്ലോ. വേണ്ട. ബന്ധനത്തിൽ അകപ്പെട്ടവനാണ് മോക്ഷത്തിന് വേണ്ടി പ്രയത്നിക്കേണ്ടത്. പക്ഷെ ആ മോക്ഷം ഒരാൾ ശരിക്കും നേടുന്നത് ബന്ധനത്തിന്റെ അഭാവത്തെ മനസ്സിലാക്കിയിട്ടാണ്. അല്ലാതെ ശരിക്കും ഒരു ബന്ധം ഉണ്ടായിരുന്നിട്ട് അതിൽ നിന്ന് അയാൾ പുറത്തു കിടക്കുകയല്ല ചെയ്യുന്നത്. ബന്ധം തന്നെ മിഥ്യ. അപ്പോൾ മോക്ഷത്തിന് വേണ്ടി ശ്രമിക്കണ്ടേ? മിഥ്യയാണെന്ന് ബോധ്യമുണ്ടെങ്കിൽ ശ്രമിക്കണ്ട. ബന്ധം സത്യമാണെന്ന് കരുതുന്നിടത്തോളം മോക്ഷത്തിന് വേണ്ടി ശ്രമിക്കുക തന്നെ വേണം. അല്ലാതെ എന്താ മാർഗം? മുക്തരായവരൊക്കെ പറയുന്നത് ഞാൻ ബന്ധനത്തിൽ അകപ്പെട്ടിട്ടേ ഇല്ലായിരുന്നു എന്ന്. അപ്പൊ എന്താ? ഒക്കെ ഒരു നാടകം. അഹോ നാടകം നിഖിലവും. യഥാർത്ഥത്തിൽ ഇവിടെ ഒന്നും സംഭവിക്കുന്നില്ല. ഇവിടെ ദുഃഖത്തിന് പ്രസക്തിയേ ഇല്ല. ടെൻഷൻ, ഭയം, ഇതിനൊന്നും, ഇങ്ങനെയുള്ള വികാരങ്ങൾക്കൊന്നും പ്രസക്തി തന്നെ ഇല്ല. ഇല്ലാത്തതിനെ ചൊല്ലിയാണ് മനുഷ്യൻ ദുഃഖിക്കുന്നത്. പാശത്തിന് ഉണ്മയറിന്താൽ, ബന്ധനത്തിന്റെ രഹസ്യം അറിഞ്ഞാൽ ഷുഡാത്തടൈ പോലാം. ഷുഡാത്തടൈ, പൊള്ളാതെ ഇരിക്കുന്ന ഒരു പ്രതിരോധം. മന്ത്രസിദ്ധി നേടിയ ചില സിദ്ധന്മാർ, അവർക്ക് അഗ്നിയിൽ നിന്ന് പൊള്ളലേൽക്കില്ല. അവരെ പിടിച്ച തീയിൽ തള്ളിയിട്ടാലും, അവരെ തീക്കകത്ത് കൈകൊണ്ട് വെച്ചാലും അവരെ അഗ്നി ദഹിപ്പിക്കുകയില്ല. മന്ത്രസിദ്ധിയാണ്. ഒരു യോഗി അല്ലെങ്കിൽ സിദ്ധൻ, മന്ത്രസിദ്ധിയുള്ള ഒരു സിദ്ധൻ അല്ലെങ്കിൽ യോഗി അഗ്നിമധ്യത്തിൽ സ്ഥിതി ചെയ്താലും തീ പൊള്ളലേൽക്കുന്നില്ല. എന്തുകൊണ്ട്? അത് അദ്ദേഹത്തിന്റെ ഒരു സിദ്ധിവിശേഷമാണ്. മറ്റുള്ളവർക്കൊക്കെ പൊള്ളലേൽക്കും, ഇദ്ദേഹത്തിന് പൊള്ളലേൽക്കില്ല. ചുടാത്തട എന്ന് പറഞ്ഞാൽ അഗ്നി കൊണ്ട് പൊള്ളലേൽക്കാതിരിക്കുന്ന ആ സ്ഥിതി. മറ്റുള്ളവർ ജീവിക്കുന്ന അതേ ലോകത്തിലാണ് ജ്ഞാനിയും അല്ലെങ്കിൽ ജീവൻ മുക്തനും ജീവിക്കുന്നത്. അയാൾ മാത്രം ആനന്ദം അനുഭവിച്ചു കഴിയുന്നു, ബാക്കിയുള്ളവരൊക്കെ കിടന്ന് പിടയുന്നു. ഇതിനെന്താ കാരണം? ആ ലൗകിക ദുഃഖങ്ങൾ തന്നെ ബാധിക്കാതിരിക്കുന്നതിനുള്ള ഒരു വിദ്യ അദ്ദേഹം കൈവശപ്പെടുത്തിയിട്ടുണ്ട്. അതുകൊണ്ടാണ് അദ്ദേഹം ഇതുകൊണ്ടൊന്നും ബാധിക്കപ്പെടാതെ കഴിയുന്നത്. എന്താണ് ആ വിദ്യ? പ്രപഞ്ചം ആത്മാവിൽ നിന്ന് അന്യമായി സ്ഥിതി ചെയ്യുന്നില്ല എന്നുള്ള ഉറപ്പ്. എന്ന് പറഞ്ഞാൽ പ്രപഞ്ചം ബ്രഹ്മം തന്നെ, ഞാൻ തന്നെയാണ് പ്രപഞ്ചമായി കാണപ്പെടുന്നത്. ഈ കാണുന്നതെല്ലാം, ഈ വ്യക്തികളും വസ്തുക്കളും എന്തെന്ത് എൻ്റെ ദൃശ്യമണ്ഡലത്തിൽ ഞാൻ അനുഭവിക്കുന്നു, അതൊക്കെ ഞാൻ തന്നെയാണെന്ന് ഉറപ്പ് വന്ന ഒരാൾ എന്തിനെ ചൊല്ലി ദുഃഖിക്കും? അയാൾക്ക് എന്തിനെ ഭയപ്പെടാൻ കഴിയും? ഇത് തന്നിൽ നിന്ന് അന്യമാണ് എന്ന് വിചാരിക്കുന്നത് കൊണ്ടാണ് സർവ പ്രശ്നങ്ങളും ഉണ്ടാകുന്നത്. ദ്വിതീയാദ്വൈ ഭയം ഭവതി, നമ്മൾ വായിച്ചതാണ്. രണ്ടാമതൊന്നുണ്ടെന്ന് കരുതിയോ, ആ രണ്ടാമത്തേത് നമ്മെ ദുഃഖിപ്പിക്കും. ഈശ്വരാദപി ഭയം, ഈശ്വരനെ പോലും, നിങ്ങളുടെ ആരാധനാമൂർത്തി, ഇഷ്ടദേവത,
അദ്ദേഹത്തെ പോലും നിങ്ങളിൽ നിന്ന് അന്യമാണ് എന്ന് കരുതിയാൽ ആ ദേവൻ എന്നോട് കോപിക്കുമോ എന്നുള്ള ഭയത്വം. അങ്ങനെ അദ്ദേഹം കോപിക്കാതിരിക്കാൻ വേണ്ടി ഈശ്വര പ്രീതി എന്നുള്ള പേരിൽ നമ്മൾ പലതും ചെയ്യും. ഞാൻ മാത്രമേ ഇവിടെ ഉള്ളൂ. ആ ഞാൻ എന്നുള്ളത് അഹങ്കാരമല്ല, അഹങ്കാരത്തിൻ്റെയും അധിഷ്ഠാനമായ ആത്മാവാണ്. ഈ പ്രപഞ്ചവും ആത്മമയമാണ് എന്ന് ഉറപ്പാവുന്നതാണ് ആ പ്രപഞ്ച ദുഃഖങ്ങൾ നമ്മെ ബാധിക്കാതിരിക്കുന്നതിനുള്ള വിദ്യ, ഒരു സൂത്രമാണ്. ആ അറിവുണ്ടെങ്കിൽ പ്രാപഞ്ചിക ദുഃഖങ്ങൾ നമ്മെ ബാധിക്കുകയില്ല. ഈ പ്രപഞ്ചം എന്നും ദൃശ്യരൂപത്തിലാണ് നാം അനുഭവിക്കുന്നത്. ഈ പ്രപഞ്ചത്തെ ഞാൻ ദ്രഷ്ടാവാണ്. ദ്രഷ്ടാവിലാണ് ദൃശ്യം ഉള്ളതായി തീരുന്നത്. ദ്രഷ്ടാവ് കൈവിട്ടാൽ ദൃശ്യമില്ല. ദൃശ്യത്തിന്റെ ആധാരം ദ്രഷ്ടാവാണ്. ഈ ദ്രഷ്ടാവിനെയാണ് ആത്മാവ് എന്ന് പറയുന്നത്. എന്നിൽ ഇതെല്ലാം നിലനിൽക്കുന്നു എന്ന് ബോധ്യമുള്ള ഒരുവന് എന്ത് ദുഃഖം വരാൻ? അയാൾക്ക് ഒരു പ്രശ്നവുമില്ല. എന്തുകൊണ്ട്? അയാൾ മാത്രമേ ഇവിടെ ഉള്ളൂ. യഥാർത്ഥത്തിൽ താൻ മാത്രമേ ഉള്ളൂ. തനിക്ക് അന്യമായത് ഒന്നും ഇവിടെ ഇല്ല. മറ്റൊന്നുണ്ടായിട്ട് വേണ്ടേ അത് എന്നെ ഏതെങ്കിലും തരത്തിൽ ദുഃഖിപ്പിക്കാൻ? മറ്റൊന്നല്ലേ എന്നെ എപ്പോഴും ഭയപ്പെടുത്താറുള്ളത്? ഞാൻ മാത്രമേ ഉള്ളൂ എന്ന് ഉറപ്പ് വന്നാൽ പിന്നെ എന്ത് ദുഃഖം, എന്ത് ഭയം, എന്ത് ടെൻഷൻ? ഒന്നിനും ഒരു പ്രസക്തിയുമില്ല. ആനന്ദം മാത്രം ബാക്കി നിൽക്കും. അതിനാണ് ഈ ഉദാഹരണം പറഞ്ഞത്. എന്ത്? ആകാശത്തിലൂടെ ഒരു പക്ഷി പറന്നു പോയാൽ അതുകൊണ്ട് ആകാശത്തിനെന്താ? ആകാശത്തിലൂടെ മേഘങ്ങൾ സഞ്ചരിക്കുന്നു. എവിടെ നിന്നോ കാർമേഘം വരുന്നു, ശക്തമായ മഴ പെയ്യുന്നു. പെയ്തൊഴിഞ്ഞ ശേഷം ആ മേഘം എങ്ങോട്ടോ പറന്നു പോകുന്നു. ഈ കാർമേഘം വരുമ്പോൾ ആകാശം ദുഃഖിക്കേണ്ട കാര്യമുണ്ടോ? ഇനി അവർ വെൺമേഘമായി പറന്നു പോകുമ്പോൾ വിശേഷിച്ച് സന്തോഷിക്കേണ്ട കാര്യവുമില്ലല്ലോ. എന്തുകൊണ്ട്? എന്നിലാണ് കാർമേഘം വരുന്നതും വർഷിക്കുന്നതും വെൺമേഘമായി പോകുന്നതും. അതെവിടെ പോയാലും എന്നിലായിരിക്കും അത്. ആകാശകോശത്തെ വിട്ട് മേഘത്തിന് വേറെ എവിടെയെങ്കിലും പോകാൻ പറ്റുമോ? ആകാശത്തിനകത്തേ നിൽക്കാൻ പറ്റൂ. ഇതുപോലെ ഇവിടെ എന്ത് കിട്ടിയാലും എന്ത് നഷ്ടപ്പെട്ടാലും എൻ്റെ അകത്താണ് ആ നേടലും നഷ്ടപ്പെടലും. എന്ന് പറഞ്ഞാൽ എനിക്ക് പുറത്തു നിന്ന് ഒന്നും നേടാനുമില്ല, ഒന്നും നഷ്ടപ്പെടാനുമില്ല. ആ ഒരു അവസ്ഥ ഭാവന ചെയ്യുമ്പോൾ തന്നെ എത്ര സുഖമാണ്. ഒന്ന് ചിന്തിച്ച് നോക്കിയാൽ മതി. അങ്ങനെ ഒരു അവസ്ഥയിൽ നമ്മൾ സ്ഥിതി ചെയ്യുകയാണ് എന്ന് ഭാവന ചെയ്താൽ തന്നെ ആ സുഖം ഏതാണ്ടൊക്കെ അനുഭവിക്കാൻ പറ്റും. ശരീരവും ഇന്ദ്രിയങ്ങളും സജീവമായിരിക്കുന്നിടത്തോളം കാലം അവ അനുഭവിക്കുന്ന വിഷയങ്ങളും മറയാതെ നിൽക്കും. ഈ ശരീരവും വിഷയങ്ങളും രണ്ടും നമ്മുടെ ദൃശ്യമാണ്. ഒരു ദൃശ്യം വേറൊരു ദൃശ്യത്തെ അനുഭവിക്കുന്നു. പക്ഷെ നമ്മൾ അനുഭവിക്കുന്നു എന്ന് നാം പറയാൻ കാരണം നമുക്ക് ശരീരവുമായി താതാത്മ്യമുണ്ട്. ഞാൻ ശരീരമാണെന്ന് തെറ്റിദ്ധരിച്ചിരിക്കുന്നു. അതുകൊണ്ടാണ് ഞാൻ അനുഭവിക്കുന്നു എന്ന് പറയുന്നത്. വാസ്തവത്തിൽ നമുക്കും ശരീരങ്ങൾക്കും ഇന്ദ്രിയങ്ങൾക്കും മനസ്സിനും ബുദ്ധിക്കും ബന്ധമേ ഇല്ല. അതാണ് ഗുണേഷു വർത്തന്തേ ഇതി മത്വാ ന ശോചതി. ഗുണങ്ങൾ ഗുണങ്ങളിൽ വ്യാപരിക്കുന്നു. ഗുണങ്ങൾ എന്ന് പറഞ്ഞാൽ ത്രിഗുണങ്ങൾ, പ്രകൃതി ഗുണങ്ങൾ, സത്വരജസ്തമോ ഗുണങ്ങൾ. അതുകൊണ്ട് നിർമ്മിക്കപ്പെട്ടതാണ് നമ്മുടെ ശരീരം, ഇന്ദ്രിയങ്ങൾ, മനസ്സ്, ബുദ്ധി എല്ലാം ഈ ത്രിഗുണങ്ങളുടെ ഉള്ളിലാണ്. ഇനി ഇവ കൊണ്ട് നാം അനുഭവിക്കുന്ന പ്രപഞ്ചമോ അതും ത്രിഗുണങ്ങൾക്കകത്താണ്. ചുരുക്കം ഗുണങ്ങളും ഇന്ററാക്ട് ചെയ്യുന്നു. അവ പരസ്പരം ബന്ധപ്പെടുന്നു. ഞാൻ അതുകൊണ്ട് എന്തിനു ബാധിക്കപ്പെടണം? പ്രത്യേകിച്ചൊരു സുഖവും എനിക്ക് ഇതുകൊണ്ട് കിട്ടാനില്ല, ദുഃഖവും വരാനില്ല. എന്തുകൊണ്ട്? അത് വേറെ രണ്ടുപേരുടെ ഏർപ്പാടാണെന്ന്. എനിക്ക് അതിന് ബന്ധമില്ല. ഗുണങ്ങൾ ഗുണങ്ങളോടുകൂടി വ്യവഹരിക്കുന്നു. ആ താതാത്മ്യം അധ്യാസം ഇല്ലാത്തത് കൊണ്ട് ഞാൻ ഒരു തരത്തിലും ബാധിക്കപ്പെടുന്നില്ല. ഞാൻ സാക്ഷി മാത്രനാണ്. ഈ സാക്ഷിഭാവം വളർത്തിയെടുക്കാതെ താതാത്മ്യത്തെ നശിപ്പിക്കാൻ പറ്റില്ല. താതാത്മ്യം എന്ന് പറഞ്ഞെന്താ? നമ്മൾ ഇൻവോൾവ് ആകുന്നു, നമ്മൾ അതിനകത്ത് ബന്ധപ്പെടുന്നു, ഉൾപ്പെടുന്നു എന്നുള്ള തോന്നലാണ്. അത് ആരാ രചിക്കുന്നത്? ബുദ്ധി. അപ്പൊ അതിൽ സാക്ഷിഭാവത്തെ വളർത്തിയെടുത്താൽ ഈ താതാത്മ്യം ഇല്ലാതെയാവും. താതാത്മ്യം ഇല്ലാതാവുന്നതോടുകൂടെ ദുഃഖവും ഉപശമിക്കും. എന്നാൽ ഇന്ദ്രിയങ്ങളെ ബലേന ഒടുക്കുന്ന പക്ഷം ജ്ഞാനമില്ലായ്ക നിമിത്തം അവിടെ വന്നുകൂടുന്നത് ഉറക്കമല്ലാതെ വേറൊന്നുമല്ല. ഞാൻ എപ്പോഴും പറയും, ധ്യാനം ഉറക്കമാണ്. മിക്കവാറും ആൾക്കാർ മനസ്സ് ലയിച്ചു പോവുകയാണ് ചെയ്യുന്നത്. ധ്യാനത്തില് മനസ്സ് ലയിക്കരുത്. ചിത്തവൃത്തികൾ അടങ്ങി അത് ജാഗ്രതയോടുകൂടി ഉണർന്ന് വർത്തിക്കണം. അത് ആ അവസ്ഥയാണ് ധ്യാനം. അല്ലെങ്കിൽ ഉറങ്ങിയാൽ മതിയല്ലേ, എന്തിനാ ധ്യാനിക്കുന്നത്?
വെറുതെ ഈ ചിത്തവൃത്തികളെ ലയിപ്പിച്ചാൽ മതിയല്ലോ, ധ്യാനത്തിന്റെ ആവശ്യകത തന്നെ ഇല്ലല്ലോ. പക്ഷെ മനസ്സ് ഏകാഗ്രപ്പെടുമ്പോൾ ഏകാഗ്രത അതിന് ശീലമില്ല. മനസ്സിന് ഈ ഏകാഗ്രത എന്നുള്ളത് അതിൻ്റെ ഒരു സ്വഭാവമല്ല. നമ്മൾ അതിനെ അങ്ങനെ പരിശീലിപ്പിച്ചിട്ടില്ല. അതിനാകപ്പാടെ അറിയാവുന്നത് ഉറങ്ങാനാണ്. അപ്പോൾ ഈ ധ്യാനത്തിലേക്ക് നമ്മൾ പ്രവേശിക്കാൻ ശ്രമിക്കുമ്പോൾ അത് ഉറക്കത്തിലേക്ക് വഴുതി വീഴും. അപ്പോഴും ചിത്തവൃത്തികളൊക്കെ ഉപശമിക്കും, നല്ല സുഖവും അനുഭവപ്പെടും. ഇയാൾ എന്താ വിചാരിക്കുന്നത്? ഇന്നത്തെ ധ്യാനം ഗംഭീരമായി, വീട്ടിൽ കിടന്നാൽ മതിയല്ലോ. അതിന് പകരം ഈ ധ്യാന ക്ലാസ്സിൽ വന്നിരുന്ന് എന്തിനാ മെനക്കെടുന്നത്? അപ്പോൾ മനുഷ്യന് ഈ ലയത്തിന്റെയും ധ്യാനത്തിന്റെയും തമ്മിൽ, ഈ ലയവും ധ്യാനവും തമ്മിലുള്ള വ്യത്യാസം പോലും തിരിച്ചറിയാൻ പറ്റുന്നില്ല. അയാൾ വിചാരിക്കുന്നത് സുഖം എന്നാണ്. ഈ ലയത്തിൽ സുഖം അനുഭവിക്കുന്ന ഒരു പ്രവണത മനസ്സിനുണ്ടായാൽ അതിന് ഒരിക്കലും ധ്യാനിക്കാനേ സാധ്യമല്ല. ധ്യാനിക്കാനിരിക്കുമ്പോഴൊക്കെ ആ സുഖത്തിൽ ഒരു കൊതിയുള്ളത് കൊണ്ട് അത് ഉറക്കം പോലുള്ള ഒരു അവസ്ഥയിലേക്ക് വഴുതി വീഴും. സുഖം അനുഭവിക്കും, പക്ഷെ അത് ലയിച്ചു പോവുകയാണ് ചെയ്യുന്നത്. നമുക്ക് അങ്ങനെ മനസ്സിനെ ലയിപ്പിക്കരുത്. ചിത്തവൃത്തികൾ അടങ്ങി മനസ്സ് ഉണർന്നു വർത്തിക്കണം. അത് പറ്റുമോ? അവിടെ ഉണർവാണ് വേണ്ടത്. എന്തുകൊണ്ട്? ബോധം എന്ന് പറഞ്ഞാൽ ഉണർവാണത്. അത് ഒരുമാതിരി ഉറക്കം പകുതി ഒരു അർദ്ധബോധാവസ്ഥയിൽ സാക്ഷാത്കരിക്കേണ്ട ഒന്നുമല്ല. ലഹരി പദാർത്ഥങ്ങൾ സേവിച്ചാൽ ഒന്നും ആത്മജ്ഞാനമൊന്നും കിട്ടില്ല. ചിത്തവൃത്തികളൊക്കെ ഉപശമിക്കും. അങ്ങനെ കറങ്ങിയിരിക്കുക അല്ലെങ്കിൽ കിറങ്ങിയിരിക്കുക, ഇതൊക്കെ വെറും തെറ്റാണ്. ഈ ധ്യാനത്തിനൊക്കെ ലഹരി വസ്തുക്കൾ ഉപയോഗിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. കഞ്ചാവും അതുപോലുള്ള അതൊക്കെ അടിക്കുമ്പോൾ കുറച്ചു നേരം ഈ മനസ്സ് ലയിച്ചിരിക്കും. അവിടെ ആത്മജ്ഞാനമൊന്നും ഉദിക്കാൻ പോകുന്നില്ല. മനസ്സിനെ ലയിക്കാൻ അനുവദിക്കാതെ ചിത്തവൃത്തികളെ ബോധപൂർവം ഉപശമിപ്പിക്കുമ്പോഴാണ് ആത്മാവ് ഉള്ളിൽ തെളിയുന്നത്. ജ്ഞാനമില്ലായ്ക നിമിത്തം അവിടെ വന്നുകൂടുന്നത് ഉറക്കമല്ലാതെ വേറൊന്നുമല്ല. പിന്നെ എന്താണ് ഇവിടെ വേണ്ടതെന്ന് പറയാം, കേൾക്കൂ. പരുന്ത് ചിറകിട്ടടിച്ചാലും ആകാശം ചലിക്കുന്നില്ലല്ലോ. അതുപോലെ നിർവിഷയത്വം ഭവിച്ച ജ്ഞാനി മനസ്സിൽ വിഷയ പരുന്തുകളുടെ രൂക്ഷമായ ചിറകടിയും കലക്കത്തെ ഉളവാക്കാൻ പര്യാപ്തമാകുന്നില്ല. ജ്ഞാനിയുടെ ഉള്ളിൽ സങ്കല്പങ്ങൾ വരുമോ? അദ്ദേഹത്തിന്റെ ഉള്ളിൽ ആഗ്രഹം ഉണ്ടാവുമോ? ഉണ്ടാവും. ഈ ശരീരം ഉള്ളിടത്തോളം, അഹങ്കാരത്തിന്റെ ഒരു നേരിയ അംശമെങ്കിലും ഉള്ളിൽ ബാക്കിയുള്ളിടത്തോളം ഈ വൃത്തികളും സങ്കല്പങ്ങളും ഒക്കെ ഉള്ളിൽ ഉണ്ടായിക്കൊണ്ടിരിക്കും. പക്ഷെ അതുകൊണ്ട് അദ്ദേഹം ബാധിക്കപ്പെടുന്നില്ല എന്നുള്ളതാണ് ഒരു വൈശിഷ്ട്യം. ജ്ഞാനിയുടെ മനസ്സ് വിഷയപരുന്തുകളുടെ രൂക്ഷമായ ചിറകടിയും കലക്കത്തെ ഉളവാക്കാൻ പര്യാപ്തമാകുന്നില്ല. ജ്ഞാനിയുടെ മനസ്സ് ആകാശസമം നിർലേപത്വം ഭവിച്ചു പോയതാണ് ഇതിന് കാരണം. മനസ്സ് ഒന്നിലും ചെന്ന് പറ്റുന്നില്ല, ഒട്ടുന്നില്ല. മനസ്സിലാണ് സങ്കല്പങ്ങളും വിചാരങ്ങളും ഒക്കെ ഉണ്ടാവുന്നത്. അവയൊക്കെ വന്നതുപോലെ പോകുന്നു. വരരുതെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. വാസനയുടെ ഒരു ചെറിയ അംശമെങ്കിലും ഉള്ളിൽ ബാക്കി ഉണ്ടാവും. ഇത് ഈ ശരീരം പതിക്കുന്നത് വരെ അത് ചിത്തവൃത്തികൾക്ക് കാരണവുമായിത്തീരും. അപ്പൊ എന്തെങ്കിലും തരത്തിൽ വളരെ അപൂർവമായിട്ടേ അത് സംഭവിക്കൂ എങ്കിലും ചിന്തകളും വികാരങ്ങളും ഒക്കെ ഒരു ജ്ഞാനിയുടെ മനസ്സിലും ഉദിക്കാം. പക്ഷെ അതുകൊണ്ട് അദ്ദേഹം ബാധിക്കപ്പെടുന്നില്ല. ഏതുപോലെ എത്ര പരുന്തുകളോ എത്ര പക്ഷികളോ ആകാശത്തിലൂടെ പറന്നു പോയാലും ആകാശം ബാധിക്കപ്പെടാതെ സ്ഥിതി ചെയ്യുന്നത് പോലെ അനിത്യമെന്നും ദുഃഖഭൂയിഷ്ടമെന്നും സംസാരത്തിന്റെ പരമാർത്ഥം ദർശിച്ച് ജ്ഞാനികൾ കരചരണങ്ങളെ കൊണ്ട് പ്രവർത്തിച്ച് ലോകഭോഗങ്ങൾ അനുഭവിച്ചിരുന്നാലും അദ്ദേഹത്തിന്റെ ഉള്ളിൽ അറിവാണുള്ളത്. ഈ ലോകം മിഥ്യയാണ്, ഇതിൽ നിന്ന് എനിക്കൊന്നും കിട്ടാനില്ല, ഇത് എന്നും ദുഃഖത്തെ മാത്രം പ്രദാനം ചെയ്യുന്നതാണ് എന്ന് അദ്ദേഹത്തിന് നല്ലതുപോലെ അറിയാം. എന്ന് വെച്ച് അദ്ദേഹം ഉദാസീനനായിരിക്കുന്നില്ല. തൻ്റെ ശരീരത്തെയും ഇന്ദ്രിയങ്ങളെയും മനസ്സിനെയും ഒക്കെ അത്യാവശ്യം വ്യാപരിപ്പിക്കേണ്ട കാര്യങ്ങളിൽ അദ്ദേഹം വ്യാപരിപ്പിക്കുന്നുണ്ട്. ബാധിക്കുന്നില്ല. ദുഃഖം അദ്ദേഹത്തെ ഒരു തരത്തിലും സ്പർശിക്കുന്നില്ല. അതാണ് അദ്ദേഹത്തിന്റെ മിടുക്ക്. പ്രവർത്തിച്ച് ലോകഭോഗങ്ങൾ അനുഭവിച്ചിരുന്നാലും സ്തംഭനക്രിയയാൽ അഗ്നി ചുടാത്തതുപോലെയും പുറയോഗികൾ വേദാന്താഭ്യസന മാർഗങ്ങൾ ഉന്നതാചാര്യന്മാരിൽ നിന്നും അഭ്യസനം നേടിത്തുടങ്ങിയിട്ടുള്ളതിനാൽ എല്ലാവരും ഈ പുറമേ നിയന്ത്രണം കൊണ്ടുവരാനാണ് ശ്രമിക്കുന്നത്. ഈ മനസ്സിനെ നമ്മൾ വിട്ടുപോകുന്നു എന്നുള്ളത്, അതിനെ ആരും ശ്രദ്ധിക്കുന്നേ ഇല്ല. അതൊന്ന് പാകപ്പെടുത്തിയെടുക്കണമെന്നുള്ള വിചാരം ആർക്കുമില്ല. ആസനം പ്രാണായാമം നല്ലത് തന്നെ, ശരീരം ഫിറ്റാവും, ശരീരത്തിലെ അസുഖങ്ങളൊന്നും വരില്ല. പക്ഷെ ഈ മനസ്സിനെ എങ്ങനെ പവിത്രമാക്കും? അതിലും കൂടെ മനുഷ്യന്റെ ശ്രദ്ധ തിരിയണം എന്നാണ്. പുറയോഗിക വേദാന്താഭ്യസന മാർഗങ്ങൾ ഉന്നതാചാര്യന്മാരിൽ നിന്നും
അഭ്യസനം നേടിത്തുടങ്ങിയിട്ടുള്ളതിനാൽ അവർ അതിൽ മയങ്ങാതെ ആത്മരതിയിൽ തന്നെ ഇരുന്ന് ആനന്ദമടയുന്നതേയുള്ളൂ. അവർ ഉൾസുഖമാണ് അനുഭവിക്കുന്നത്. എന്തെങ്കിലും ചെയ്തോ എന്തെങ്കിലും നേടിയോ ഒന്നുമല്ല ഒരു ജ്ഞാനി ആനന്ദിക്കുന്നത്. നമ്മളൊക്കെ എന്തെങ്കിലും നേടുമ്പോഴോ അല്ലെങ്കിൽ വയറ് നിറയുമ്പോഴോ എന്തെങ്കിലും വിഷയങ്ങൾ അനുഭവിക്കുമ്പോഴോ ഒക്കെയാണ് നമുക്ക് സുഖാനുഭവം. ജ്ഞാനിക്ക് ഒന്നും ചെയ്യാതെ ഇരുന്നാലും സുഖം. അങ്ങനെ കിട്ടുമോ എന്ന് ചോദിച്ചാൽ അങ്ങനെ കിട്ടും. ഒന്നും ചെയ്യാതെ സുഖം അനുഭവിക്കാനുള്ള മാർഗമാണ് വേദാന്തം ഉപദേശിക്കുന്നത്. പക്ഷേ എന്തെങ്കിലും ചെയ്തേ ഇവിടെ സുഖം അനുഭവിക്കാൻ പറ്റൂ എന്ന് ഉറപ്പിച്ചിരിക്കുന്ന വ്യക്തികൾ അതൊരിക്കലും ഉൾക്കൊള്ളാൻ പോകുന്നില്ല. അവരെന്നും എന്തെങ്കിലും ചെയ്തുകൊണ്ടേയിരിക്കും. എന്ത് ചെയ്യണം എന്നാണ് ചോദിക്കുന്നത്. ഒന്നും ചെയ്യണ്ടെന്ന് പറഞ്ഞാൽ ആരാ ചെവിക്കൊള്ളുക? അടങ്ങിയിരിക്കും, ചുമ്മാ ഇരിക്കൂ എന്ന് പറഞ്ഞാൽ ആരും ശ്രദ്ധിക്കുന്നില്ല. കാരണം ചെയ്യലിലൂടെ നേടാമെന്ന് കരുതുന്ന കൂട്ടരാണ്. അതുകൊണ്ട് എന്ത് ചെയ്തു? ധ്യാനിക്കൂ, വിചാരം ചെയ്യൂ. എന്ത് ചെയ്യണമെന്നല്ലേ ചോദിക്കുന്നത്? ആത്മാവിനെ വിചാരം ചെയ്യൂ, എല്ലാം ബ്രഹ്മമയമാണെന്ന് കാണൂ, സമാധി പരിശീലിക്കൂ, മനസ്സിനെ പവിത്രമാക്കാനുള്ള കർമ്മങ്ങൾ ചെയ്യൂ. അതൊക്കെ ചെയ്യും. ഇതൊക്കെ ചെയ്തിട്ട് എന്താ കിട്ടുന്നത്? അവസാനം മിണ്ടാതെയാണ് ഇരിക്കാൻ പോകും. അവസാനം ഈ സുഖം നമ്മിലേക്ക് ഇറങ്ങി വരുമ്പോ നമ്മൾ മിണ്ടാതെയാണ് ഇരിക്കുന്നത്. മിണ്ടാതിരിക്കുമ്പോഴാണ് സുഖം. ചിത്തവൃത്തികൾ പോലും ഉപശമിച്ച് ഇരിക്കുന്ന അവസ്ഥയിലാണ് ഈ ആത്മാനന്ദം തെളിയുന്നത്. ഉടലിരുന്തൻ പോയൻ ഒരു വരുവ മൂன்றுം അടൈവാ തൊഴിലും അനാദി കുടമുടൈത്ത് മണ്ണെന്ന വേണ്ടുമോ മായാ വൈന്ദവത്തും ഉണ്ണിന്റെ പാർത്തിരിപ്പോതും. ഉടലിരുന്ന് എൻ ശരീരം ഇരുന്നാൽ എന്താ? ജ്ഞാനാനുഭവത്തിന് ശരീരം തടസ്സമല്ലേ? ഇതാണ് പലരുടെയും ചോദ്യം. ദേഹത്തെ വിസ്മരിക്കണ്ടേ? ദേഹത്തെ വിസ്മരിക്കണമെങ്കിൽ ഉറങ്ങണം, അല്ലെങ്കിൽ ബോധം കെട്ട് താഴെ വീഴണം. ദേഹത്തെ അപ്പാടെ അനുഭവിക്കാതിരിക്കലല്ല ജ്ഞാനത്തിന്റെ ലക്ഷണം. ഈ ശരീരം പോലും ബ്രഹ്മമാണ് എന്ന് അറിയുന്നതാണ് ജ്ഞാനം. ബ്രഹ്മമല്ലാതെ വേറൊന്നുമില്ല. അപ്പൊ അതിൽ ചിലതിനെ തള്ളണം, ചിലതിനെ കൊള്ളണം എന്നൊക്കെ വിചാരിക്കുന്നത് അജ്ഞതയാണ്, ഭേദചിന്തയാണ്. അത്തരം വിചാരങ്ങൾക്ക് കാരണം എനിക്ക് ഇന്നത് സ്വീകരിക്കണം, ഇന്നതിനെ ഒഴിവാക്കണം. നിങ്ങൾ സ്വീകരിക്കുന്നതും ഒഴിവാക്കുന്നതും ആത്മാവിനെയാണ്. അതിനെ സ്വീകരിക്കാനോ ഒഴിവാക്കാനോ സാധ്യവുമല്ല. നാമരൂപങ്ങളെ നിങ്ങൾക്ക് സ്വീകരിക്കാം, ചിലതിനെ പുറന്തള്ളാം. അപ്പൊ അതൊക്കെ അജ്ഞതയാണ്. ഉടലിരുന്ന് എൻ ശരീരം ഇരിക്കുന്നത് കൊണ്ട് എന്താ കാര്യം എന്ന് പറഞ്ഞാൽ വിശേഷിച്ച് ഒന്നും നേടാനില്ല ശരീരം ഇരുന്നത് കൊണ്ട്. അപ്പൊ ശരീരത്തെ ഉപേക്ഷിച്ചാൽ എന്തെങ്കിലും കിട്ടുമോ? പോയൻ ശരീരം പോയാലിപ്പോ എന്താ? ശരീരം ഉള്ളപ്പോ കിട്ടാതിരിക്കുന്ന ഒന്ന് ശരീരം പോയാൽ കിട്ടാൻ പോകുന്നില്ല. ഉള്ളത് ശരീരം ഇരിക്കുമ്പോ തന്നെ നമുക്ക് നേടാവുന്നതുമാണ്. അപ്പൊ ഈ ശരീരത്തെ ശ്രദ്ധിക്കുകയരുത്. ഇത് ഒരു തരത്തിലും നമ്മുടെ ജ്ഞാനനിഷ്ഠയെ ബാധിക്കുന്നില്ല. പ്രശ്നം ഞാൻ ഈ ശരീരമാണ് എന്ന് വിചാരിക്കുന്നത്. ആ വിചാരത്തെ ഉള്ളിൽ നിന്ന് കളഞ്ഞാൽ മതി. ഈ ശരീരത്തെ നശിപ്പിക്കേണ്ട കാര്യമില്ല. നമ്മൾ ശിഖിധ്വജന്റെ കഥ വായിച്ചാണല്ലോ യോഗവാസിഷ്ടത്തിൽ. എല്ലാത്തിനെയും ത്യജിക്കൂ ശിഖിധ്വജ എന്നാണ് കുംഭമുനി പറഞ്ഞത്. സ്വന്തം ഭാര്യയാണ്, കുംഭമുനിയുടെ വേഷം തിരിച്ചു വന്നതാണ് ഭർത്താവിനെ ഉദ്ബോധിപ്പിക്കാൻ വേണ്ടി. ഇനിയും നിന്റെ കയ്യിലുണ്ട്. നോക്കിയപ്പോ എന്താ? ആ പർണശാലയുണ്ട്, അതിന് തീ വെച്ചു. അതില് തന്റെ ദണ്ഡവും കമണ്ഡലവും എല്ലാം കത്തിച്ച് ചാമ്പലാക്കി. ഇപ്പോഴും ത്യാഗം പൂർണ്ണമായിട്ടില്ല ശിഖിധ്വജ. ഇനിയും ഉണ്ട് വിടാൻ, ഇനിയും ഉപേക്ഷിക്കാനുണ്ട്. നോക്കിയപ്പോ എന്താ? തന്റെ ശരീരം മാത്രമേ ഉള്ളൂ. ഉടനെ ഒരു ചിത കൂട്ടി അതിനകത്ത് ചാടാൻ തയ്യാറായി. അപ്പോഴാണ് കൈ കയറി പിടിച്ചത് കുംഭമുനി. ഇടാ വിഡ്ഢി, ഈ ശരീരം നിന്നോട് എന്ത് തെറ്റ് ചെയ്തു? അതുണ്ടെന്ന് അതിനറിയുകയില്ല. താനാണ് അതുണ്ടെന്ന് പറയുന്നത്, ശരീരമല്ല ഞാനുണ്ടെന്ന് പറയുന്നത്. ഞാനാണ് ഇത് ശരീരമാണ് എന്ന് പറയുന്നത്. അതിനെ നശിപ്പിക്കാൻ പോകുന്നത് വിഡ്ഢിത്തത്തിന്റെ പാരമ്യതയല്ലേ? നീ ഇത്ര മണ്ടനായി പോയല്ലോ. നിന്നെ എന്തുമാത്രം ഉപദേശിച്ചതാണ് ഞാൻ, എന്നിട്ട് നിനക്ക് അതിന്റെ സാരം ഗ്രഹിക്കാൻ കഴിഞ്ഞിട്ടില്ലല്ലോ എന്നാണ്. എന്താണ് സർവത്യാഗം? ഞാൻ എന്നുള്ള ഭാവം അതിനെ ഉപേക്ഷിച്ചാൽ സർവത്യാഗമായി. അതാണ് ശരിക്കുള്ള സന്യാസം. ഞാനൊരു വ്യക്തിയാണെന്നുള്ള വിചാരം അതിനെ ഉള്ളിൽ നിന്ന് കളഞ്ഞാൽ സന്യാസിയായി. ആ ഭാവത്തെ വിടാതെ പുറത്ത് കാഷായം ധരിച്ചാലും രുദ്രാക്ഷമാല ഇട്ടാലും ഭസ്മക്കുറി ഇട്ടാലും നമ്മളൊക്കെ വായിച്ചതാണല്ലോ, അതൊന്നും കൊണ്ട് ത്യാഗം പൂർണ്ണമാവില്ല എന്നാണ്. ഉടലിരുന്തൻ പോയൻ ഉരുവരുവ മൂன்றுം. ഉരു എന്ന് പറഞ്ഞാൽ രൂപം, ഉരുവം
സംസ്കൃതത്തിലെ രൂപത്തെ തമിഴിൽ പറയുമ്പോൾ ഉരുവം എന്നാണ് പറയുന്നത്. അരൂപം എന്നുള്ളതിനെ അരുവം എന്നും പറയും. ഉരു അരു, സാകാരവും നിരാകാരവും. ഉരു അരുവ മൂന്നും രൂപമുള്ളതും എന്ന് പറഞ്ഞാൽ സഗുണം സാകാരം, അരുവം നിർഗുണം നിരാകാരം. രണ്ടല്ലേ ആയുള്ളൂ, പിന്നെ മൂന്നും എന്ന് പറഞ്ഞിരിക്കുന്നല്ലോ. രൂപം അരൂപം രൂപാരൂപം, ഇങ്ങനെ ഒരെണ്ണം കൂടെ ഉണ്ട്, മൂന്നാമതൊരു ഘടകം കൂടെ ഉണ്ട്. അതെന്താണ്? രൂപമുണ്ട് എന്നാൽ രൂപമില്ല. അതെന്താണത്? ഈ രൂപാരൂപത്തിലുള്ള ആരാധനയാണ് ശിവലിംഗ ആരാധന. ശിവലിംഗത്തിന് പ്രത്യേക ഒരു രൂപമുണ്ട്, ഒരു പ്രത്യേക ഷേപ്പുണ്ടല്ലോ, എന്നാൽ വിശേഷിച്ച് അതിൽ കണ്ണോ കാകോ മൂക്കോ ഒന്നുമില്ല. രൂപമുണ്ടോ എന്ന് ചോദിച്ചാൽ രൂപമുണ്ട്, പക്ഷെ വിശേഷിച്ച് അതില് മറ്റ് ദേവതകൾക്കുള്ളത് പോലെയുള്ള, മറ്റ് ഈശ്വര ഭാവങ്ങളിലുള്ളത് പോലെയുള്ള അവയവങ്ങളൊന്നും അതിലില്ല. അതാണ് രൂപാരൂപം. ആരാധനയിൽ ഏറ്റവും ശ്രേഷ്ഠം അരൂപ ആരാധനയാണ്. അതെല്ലാവരെ കൊണ്ടൊന്നും പറ്റില്ല. അരൂപത്തെ ആരാധിക്കുക വലിയ ബുദ്ധിമുട്ടാണ്. അരൂപാരാധന ശ്രേഷ്ഠം. അത് കഴിഞ്ഞാൽ രൂപാരൂപ ആരാധന മധ്യമം, രൂപാരാധന പ്രാകൃതം. അധമം എന്ന് പറയാൻ പാടില്ല, പ്രാകൃതം, അൺറിഫൈൻഡ്. കാരണം എല്ലാം ഈശ്വര ആരാധനയാണ്. അതുകൊണ്ട് നമുക്ക് ഒന്നിനെയും മോശം, അധമം എന്ന് പറയാനുള്ള അവകാശമില്ല. പ്രാകൃതം, പാകത വരാത്തവർ രൂപത്തെ വെച്ച് ആരാധിക്കട്ടെ. കുറച്ചുകൂടെ പാകത വന്നവർ രൂപാരൂപത്തെ ആരാധിക്കട്ടെ. നല്ല പോലെ പാകത വന്നവർ അരൂപത്തെ ആരാധിക്കട്ടെ. ഇതാണ് അതിന്റെ ക്രമം. ഉരു അരുവ മൂന്നും, രൂപവും അരൂപവും രൂപാരൂപവും, ഈ മൂന്നും അടൈവർ ഉടലിരുന്തൻ പോയൻ ഉരുവരുവ മൂന്നും അടൈവർ തൊഴിലും അനാദി. ഒരു ആചാര്യൻ ഈ മൂന്ന് ഭാവത്തിലും പ്രകടമാവാം. അദ്ദേഹം അരൂപനായി അനുഗ്രഹിക്കാൻ നമ്മെ അനുഗ്രഹിക്കാം, രൂപാരൂപമായി അനുഗ്രഹിക്കാം, രൂപത്തോടു കൂടിയും അനുഗ്രഹിക്കാം. എന്തുകൊണ്ട്? അടൈവർ, പുണ്യാത്മാക്കൾ, ദിവ്യാത്മാക്കൾ, അവർ ഏത് രൂപത്തിൽ വേണമെങ്കിലും നമ്മെ സഹായിക്കാൻ കഴിവുള്ളവരാണ്. ജ്ഞാനികൾ എപ്പോഴും രൂപത്തിൽ തന്നെ വരണമെന്നില്ല, വേറെ ഏതെങ്കിലും രൂപത്തിൽ വരാം. നമ്മൾ തിരിച്ചറിയാൻ പറ്റാത്ത രീതിയിൽ വേറൊരു രൂപത്തിൽ വന്ന് നമ്മെ അനുഗ്രഹിച്ചിട്ട് പോവാം. ഈ മായക്കകത്ത് എല്ലാറ്റിനും സാധ്യതയുണ്ടെന്ന്. സ്വപ്നത്തിൽ വന്ന് ദീക്ഷ നൽകുക, അങ്ങനെയൊക്കെ സംഭവിക്കാം. സ്വപ്നത്തിൽ മന്ത്രോപദേശം നേടിയിട്ടുള്ളവരുണ്ട്. എപ്പോഴും നമ്മൾ ജാഗ്രതയിൽ ഒരു മനുഷ്യ ഗുരുവിൻ്റെ അടുത്തുനിന്ന് മാത്രമേ ഈ മന്ത്രോപദേശം അല്ലെങ്കിൽ ദീക്ഷ നേടാവുന്ന നിയമമൊന്നുമില്ല. സ്ഥൂലതലം പോലെ സൂക്ഷ്മതലവും ഉണ്ട്. അവിടെയും ഈ ജ്ഞാനപ്രദാനം സാധ്യമാണ്. തൊഴിലും അനാദി. എന്താണ് തൊഴിലും അനാദി? ഈ ദിവ്യാത്മാക്കൾ, മഹാത്മാക്കളുടെ തൊഴിൽ എന്ന് പറഞ്ഞാൽ അവരുടെ ഉപജീവന മാർഗം എന്നല്ല. അവര് ചെയ്യുന്നത്, അവര് ഒരു സാധകനെ അനുഗ്രഹിക്കാൻ സ്വീകരിക്കുന്ന ഉപായങ്ങൾ, അതിന് കണക്കില്ല. തൊഴിലും അനാദി, അതിന് തുടക്കമില്ല എന്ന് പറഞ്ഞാൽ ഒടുക്കവുമില്ല, അസംഖ്യമാണ്. ഏത് രൂപത്തിൽ എങ്ങനെയാണ് ഈ അനുഗ്രഹം നമ്മിലേക്ക് വരിക എന്ന് നമുക്ക് പറയാനേ പറ്റില്ല. പുസ്തക രൂപത്തിലാവാം, ഏതെങ്കിലും വ്യക്തിയുടെ രൂപത്തിലൂടെയാവാം, ഇനി ബ്രഹ്മനിഷ്ഠനായ ഒരു ഗുരുവിന്റെ രൂപത്തിലാവാം, സ്വപ്നത്തിലൂടെയാവാം. ഇതൊന്നുമല്ലെങ്കിൽ എന്തെങ്കിലും ഒന്നിനെ കണ്ടിട്ട് നമ്മുടെ ഉള്ളിൽ ഒരറിവുണ്ടാവാം. അവധൂതന്റെ കഥ നമ്മൾ വായിച്ചിട്ടുണ്ടല്ലോ ഭാഗവത്തില്. 24 ഗുരുക്കന്മാർ, കടല്, വായു, ചന്ദ്രൻ, എന്തൊക്കെയാണ് അതിനകത്ത്. നമുക്ക് പാഠം ഉൾക്കൊള്ളാൻ കഴിയുന്ന എന്തും നമ്മുടെ ഗുരുവാണ്. വാഗൊണ്ട് ഉപദേശിക്കണമെന്ന് നിർബന്ധമില്ല. ഒരാളുടെ അനുഭവം കണ്ട് നമ്മൾ പഠിച്ചാൽ ഒരർത്ഥത്തിൽ അയാൾ നമ്മുടെ ഗുരുവാണ്. കാരണം അയാളിൽ നിന്ന് നമ്മൾ പാഠം ഉൾക്കൊള്ളുന്നു. അപ്പൊ എപ്പോഴും വാക്കിലൂടെ തന്നെയാണ് ഈ ഉപദേശം സ്വീകരിക്കപ്പെടേണ്ടത് എന്നില്ല. തൊഴിലും അനാദി. കുടമുടയ്ത്ത് മണ്ണെന്ന വേണ്ടുമോ? ഒരു കുടത്തെ പൊട്ടിച്ചിട്ട് വേണോ അത് മണ്ണാണ് എന്ന് മനസ്സിലാക്കേണ്ടത്? കുട ഉള്ളപ്പോ തന്നെ അത് മണ്ണിന്റെ വികാരമാണ് എന്നറിയാൻ എന്താ പ്രയാസം? ഇനി കുടത്തിന്റെ രൂപത്തിൽ ഇരിക്കുമ്പോ തന്നെ മണ്ണാണെന്ന് മനസ്സിലാക്കാത്തവൻ കുടം പൊട്ടിയാലും അത് മണ്ണാണെന്ന് മനസ്സിലാക്കാൻ പോകുന്നില്ല. അറിവാണ്. അറിവിന് നാമരൂപങ്ങൾ ഒരിക്കലും തടസ്സമല്ല. നമ്മൾ എന്താ വിചാരിക്കുന്നത്? നാമരൂപങ്ങളെയൊക്കെ മാറ്റി അറിവ് നേടണമെന്ന്. അറിവ് നാമരൂപങ്ങൾ ഉള്ളപ്പോൾ തന്നെ സാധ്യമാണ്. അത് ഈ നാമരൂപങ്ങൾ എന്നുള്ള ഉപാധികൾ അറിവിനെ ഒരു തരത്തിലും ബാധിക്കുന്നില്ല. പിന്നെ നാമരൂപങ്ങളിൽ നാം മോഹിച്ചു പോകുന്നു, അത് നമ്മുടെ കുഴപ്പമാണ്.
നാമരൂപങ്ങളെ മാറ്റാൻ ശ്രമിക്കുന്നത് അസാധ്യവുമാണ്. ഈ കുടം മണ്ണാണ് എന്ന് ഞാൻ അറിയുന്നതിനെ തടസ്സപ്പെടുത്തുന്നു എന്നൊരാൾ പറയും. അതുകൊണ്ട് ഞാനിത് തല്ലി പൊട്ടിച്ചേക്കാം. അതിനെ തല്ലി പൊട്ടിച്ചാലും നമ്മൾ എന്താ പറയുന്നതെന്ന് അറിയാമോ? പൊട്ടിയ കുടം. ഈ കുടമെന്നുള്ള ആശയം അയാളുടെ മനസ്സിൽ നിന്ന് പോവില്ല. കുടത്തിന്റെ രൂപം മണ്ണാണ് എന്നുള്ള അറിവിനെ ഒരു തരത്തിലും തടസ്സമല്ല. പൊട്ടിക്കണമെന്ന് നിർബന്ധം തന്നെ ഇല്ല. എന്തിനാ ഇത് പറയുന്നത്? ആത്മജ്ഞാനത്തിന് ശരീരത്തെ ആക്കണം എന്ന് ആരും വിചാരിക്കുന്ന. ശരീരം ഉള്ളപ്പോൾ തന്നെ അത് സാധ്യമാണെന്ന്. താൻ ആരാണ് എന്നുള്ളത് അറിഞ്ഞാൽ മതി. ദേഹം ഒരു തരത്തിലും ഈ ജ്ഞാനത്തിന് തടസ്സമല്ല. വാസ്തവത്തിൽ ദേഹജ്ഞാനത്തെ ബാധിക്കുന്നതാണ് ആത്മജ്ഞാനം. എന്താണ് ദേഹജ്ഞാനം? ഞാൻ ഈ ശരീരമാണ്, എനിക്ക് ഒരു ശരീരമുണ്ട്, ഇതിനെ ആശ്രയിച്ച് എനിക്കിവിടെ സുഖിക്കാൻ പറ്റും എന്നൊക്കെ വിചാരിക്കുന്നതാണ്. ആ തെറ്റിദ്ധാരണകളെയൊക്കെ ആത്മജ്ഞാനം ബാധിക്കും, ഇല്ലാതെയാക്കും. കുടമുടയ്ത്ത് മണ്ണെന്ന വേണ്ടുമോ? കുടം പൊട്ടിച്ചിട്ട് വേണോ അത് മണ്ണാണ് എന്ന് പറയാൻ? മണ്ണിനെ അറിയാൻ ആഗ്രഹിക്കുന്ന ഒരാൾ കൊശവന്റെ കുടിലിൽ ചെന്നാൽ എനിക്ക് ഈ മണ്ണിനെ ഒന്ന് അറിയിച്ചു തരണം. ഇതാ ഇരിക്കുന്നതൊക്കെ മണ്ണാണ്, കണ്ടോളൂ. അല്ല, അതൊക്കെ കുടമല്ലേ, അതൊക്കെ ഒന്ന് പൊട്ടിച്ചു തരുമോ എന്ന് ചോദിച്ചാൽ പൊട്ടിച്ചാലും ഇനി മനസ്സിലാക്കാൻ പോകുന്നില്ല. മണ്ണ് എന്നുള്ള അറിവിനെ കുടത്തിന്റെ നാമരൂപം ഒരിക്കലും ബാധിക്കുന്നില്ല. അതുകൊണ്ട് ഈ കുടത്തിനെ പൊട്ടിക്കണം എന്ന് തന്നെ നിർബന്ധമില്ല. അത് മണ്ണാണെന്ന് കണ്ടാൽ മതി. അതാണ് ഇവിടെ പറയുന്നത്. കുടമുടയ്ത്ത് മണ്ണെന്ന വേണ്ടുമോ? കുടമുടച്ചിട്ട് വേണോ അത് മണ്ണെന്ന് പറയാൻ, അല്ലെങ്കിൽ തെളിയിക്കാൻ? ഈ കാണുന്ന നാമരൂപങ്ങളെയൊക്കെ തട്ടിക്കൂട്ടി തീയിട്ട് അല്ലെങ്കിൽ പൊടിച്ച് കടലിൽ കൊണ്ട് കളഞ്ഞാൽ ഈ പ്രപഞ്ചം മിഥ്യയാണെന്നുള്ള അറിവുണ്ടാവും. അതങ്ങനെ ഉണ്ടാവും. ഇവിടെ നശിപ്പിച്ചാലും തീരാത്തത്ര നാമരൂപങ്ങളുണ്ട്. ഭൂമിയിലുള്ള നാമരൂപങ്ങളെ നിങ്ങൾ നശിപ്പിക്കും. ആകാശത്തുള്ള സൂര്യചന്ദ്രൻ നക്ഷത്രാദികളെ നിങ്ങൾ എന്ത് ചെയ്യും? പൊടിക്കാൻ പറ്റുമോ? അപ്പൊ ഈ നാമരൂപങ്ങളെ നശിപ്പിക്കണം, അല്ലെങ്കിൽ ശരീരത്തെ ഇല്ലാതാക്കണം, എന്നാലേ അറിവ് ഉള്ളിൽ ഉദിക്കുകയുള്ളൂ. ഈ ധാരണകളൊക്കെ തെറ്റാണ്. സത്യം ബുദ്ധി കൊണ്ട് മനസ്സിലാക്കുക, ഉൾക്കൊള്ളുക. അതിന് നാമരൂപങ്ങൾ ഒരു രീതിയിലും തടസ്സമല്ല. കുടമുടയ്ത്ത് മണ്ണെന്ന വേണ്ടുമോ? മായാ വൈന്ദവത്വം. വൈന്ദവത്വം എന്ന് പറഞ്ഞാൽ ബൈന്ദവം, ബിന്ദുവിനെ സംബന്ധിച്ചതെന്ന്. ബിന്ദു എന്ന് പറയുന്നത് ശക്തിയാണ്, മായാശക്തി. അതിനെയാണ് ബിന്ദു. നാദം, ബിന്ദു, കല, ഇങ്ങനെയൊക്കെ പറയാറുണ്ട്. അതിൻ്റെ കൂടുതൽ കാര്യങ്ങൾ എനിക്കറിയില്ല. ബിന്ദു എന്ന് പറഞ്ഞാൽ മായാശക്തി. വൈന്ദവത്വം എന്ന് പറഞ്ഞാൽ ബൈന്ദവമായ. മായയിൽ തന്നെ ശുദ്ധമായുണ്ട്, അശുദ്ധമായുണ്ട്. ശുദ്ധമായ നമ്മെ മോചിപ്പിക്കും, ബന്ധനത്തിൽ നിന്ന് കരകയറ്റും. അശുദ്ധമായ ബന്ധനത്തിൽ തളച്ചു. മായ എന്ന് പറഞ്ഞാൽ എന്താ? പ്രകൃതി. പ്രകൃതിക്ക് 3 ഗുണങ്ങളാണല്ലോ, സത്വം, രജസ്, തമസ്. ഇതിൽ തമസ്സും രജസ്സും ജീവനെ ബന്ധിക്കും, സത്വം മുക്തിക്ക് വഴിതെളിക്കും. അപ്പോൾ സത്വഗുണ പ്രധാനികളാണ് എല്ലാ ജ്ഞാനികളും. അപ്പോൾ ആ ബൈന്ദവമായ എന്ന് പറഞ്ഞാൽ ശുദ്ധമായ മായ, ഉണ്ണിൻ്റെ എന്ന് പറഞ്ഞാൽ ഉൾനിன்று, അകത്ത് ഇരുന്നു കൊണ്ട്, അകത്ത് സ്ഥിതി ചെയ്തുകൊണ്ട്, പാർത്ത് ഇരു ഇപ്പോതും, നിന്റെ ഉള്ളിലുള്ള ആ സത്യത്തെ എപ്പോഴും സൂക്ഷ്മമായി കണ്ടുകൊണ്ടിരിക്കൂ. ഇപ്പോൾ, ഇപ്പോതും എന്ന് പറഞ്ഞാൽ ഇപ്പോൾ. പാർത്ത് ഇര്, നോക്കിക്കൊണ്ടിരിക്കൂ. നിന്റെ ഉള്ളിലുള്ള ആ ആത്മതത്വത്തിൽ നിനക്ക് എപ്പോഴും ശ്രദ്ധയുണ്ടാവട്ടെ. അന്തർമുഖനായിരിക്കൂ. മനസ്സിനെ പുറം വിഷയങ്ങളിൽ വ്യാപരിപ്പിക്കാതിരിക്കൂ. 3 മലങ്ങളാണല്ലോ ശൈവ സിദ്ധാന്തത്തിലുള്ളത്. ആണവം, കർമ്മം, മായ. ആണവം എന്ന് പറഞ്ഞാൽ അഹങ്കാരം. കർമ്മം തന്നെ, കർമ്മവാസന. പിന്നെ മായ. മറ്റ് 2 മലങ്ങളെയും ഉണ്ടാക്കുന്നത് ഈ മായയാണ്. ആണവമലം നശിക്കുമ്പോൾ എന്ന് പറഞ്ഞാൽ അഹങ്കാരം എന്നുള്ള ആ മാലിന്യം ഇല്ലാതാകുമ്പോൾ കർമ്മമലം ഇല്ലാതെയാവും. എന്തുകൊണ്ട്? ഞാൻ കർത്താവ് എന്ന് വിചാരിക്കുന്നത് കൊണ്ടാണ് ഞാൻ കർമ്മം ചെയ്യുന്നത്. എനിക്ക് ചെയ്യണം. അപ്പൊ ഞാൻ എന്നുള്ള ഭാവം അവിടെ ഉണ്ടെങ്കിലല്ലേ കർമ്മം ചെയ്യാൻ പറ്റൂ. ആ അഹങ്കാരം ഉള്ളിൽ നിന്ന് ഇല്ലാതാവുന്നത് കൊണ്ട്, ജ്ഞാനത്തിലൂടെ അഹങ്കാര നാശം സംഭവിക്കുന്നത് കൊണ്ട് കർമ്മമലം ഇല്ലാതെയാവും, മായാമലവും ഇല്ലാതെയാവും. മായാമലം എന്താണ്? പ്രപഞ്ചം സത്യമാണ്, നാമരൂപങ്ങൾ സത്യമാണ്, അത് ബ്രഹ്മഭിന്നങ്ങളാണ്, ഭിന്നമാണ് എന്ന് നമ്മെ ചിന്തിക്കാൻ പ്രേരിപ്പിക്കുന്നത് ഈ മായാമലമാണ്. അഹങ്കാര നാശം സംഭവിക്കുന്നതോടെ
കർമ്മനാശവും അല്ലെങ്കിൽ വാസനാനാശവും പ്രപഞ്ചം സത്യമാണ് എന്നുള്ള ആ മായാമലവും ഇല്ലാതെയാവും. അങ്ങനെ ഈ ജീവൻ 3 മലങ്ങളിൽ നിന്നും മുക്തനാവും. പവിത്രമായി തീരും ഈ ജീവന്റെ സ്വരൂപം. അപ്പോൾ അത് ബ്രഹ്മമായി മാറുന്നു. അപ്പോഴാവുന്നതല്ല, നേരത്തെ അത് ബ്രഹ്മമാണ്. പക്ഷേ അതറിയാതെ ഈ 3 മാലിന്യങ്ങളും അതിനെ മറച്ചിരുന്നു. അതുകൊണ്ട് നേരത്തെ അറിഞ്ഞില്ല. മോക്ഷപ്രാപ്തിക്ക് ശരീരം ഇരിക്കുന്നത് ഒരു തടസ്സമോ ശരീരനാശം ഒരു സഹായമോ ആകുന്നില്ല. പലർക്കും ഒരു വിചാരമുണ്ട്, മരിച്ചു കഴിഞ്ഞാൽ പ്രശ്നങ്ങളെല്ലാം തീരുന്നു. ഒന്നും തീരാൻ പോകും. ആത്മഹത്യ ചെയ്യുന്നവരൊക്കെ പമ്പര വിഡ്ഢികളാണ്. വേണ്ടിയില്ലായിരുന്നു എന്ന് തോന്നും മരിച്ചു കഴിഞ്ഞാൽ. കാരണം സ്ഥൂല ശരീരമില്ലാതെ എന്ത് പരിഹാരമാണ് നമുക്ക് ചെയ്യാൻ പറ്റുക? ഈ ലോകത്തുള്ള ആളുകളുമായിട്ടുള്ള സർവ്വ ബന്ധങ്ങളും നഷ്ടമാകുന്നു. നമ്മൾ സൂക്ഷ്മമായ ഒരു തലത്തിലേക്കാണ് കിടക്കുന്നത്. നമ്മെ ആരും, ഇവിടെയുള്ളവരാരും പിന്നെ തിരിച്ചറിയില്ല. ഇവിടെയുള്ള ഈ കമ്മ്യൂണിക്കേഷൻ തന്നെ നമുക്ക് നഷ്ടമായി. ഈ ലോകത്തോടുള്ള നമ്മുടെ പ്രശ്നങ്ങളെല്ലാം ഈ ലോകത്താണ്. അപ്പോൾ ഈ സൂക്ഷ്മ തലത്തിലേക്ക് കടന്നതുകൊണ്ട് അഥവാ മരിച്ചതുകൊണ്ട് പ്രശ്നങ്ങളൊന്നും തീരില്ല. എന്തെങ്കിലുമൊക്കെ പരിഹാരം ചെയ്യണമെങ്കിൽ ശരീരത്തോടു കൂടി ഇരിക്കുമ്പോൾ ചെയ്യും. പരിഹാരം നിരർത്ഥകമാണ് എന്ന് തോന്നിയാൽ ചെയ്യണ്ട. പക്ഷെ ദുഃഖിക്കരുത്. ആ ഒരു കാര്യം നിർബന്ധം, ആ ഒരു കാര്യത്തിൽ നിർബന്ധം ഉണ്ടാവണമെന്നാണ്. അപ്പൊ മോക്ഷപ്രാപ്തിക്ക് ശരീരം ഇരിക്കുന്നത് ഒരു തടസ്സവുമല്ല, ശരീരനാശം ഒരു സഹായവുമല്ല. രൂപവും അരൂപവും രൂപാരൂപവും കൈക്കൊള്ളുന്ന സദാശിവൻ, ജ്ഞാനികൾ എന്ന് പറയാം, അല്ലെങ്കിൽ ഈ ഈശ്വരൻ ജീവികളുടെ നന്മയ്ക്ക് വേണ്ടി ചെയ്യുന്ന പഞ്ചകൃത്യങ്ങളും, 5 കൃത്യങ്ങൾ എന്താണ്? സൃഷ്ടി, സ്ഥിതി, സംഹാരം, തിരോധാനം, അനുഗ്രഹം. സംഹാരത്തിനും തിരോധാനത്തിനും എന്താ വ്യത്യാസം എന്ന് ചോദിച്ചാൽ, സംഹരിക്കുക എന്ന് പറഞ്ഞാൽ ഇല്ലാതാക്കുക, നശിപ്പിക്കുക. തിരോധാനം എന്ന് പറഞ്ഞാൽ മറയ്ക്കുക മാത്രമേ ചെയ്യുന്നു, നശിപ്പിക്കുന്നില്ല, അനുഗ്രഹിക്കുന്നു. ഇതാണ് പഞ്ചകൃത്യങ്ങൾ. സദാശിവൻ ജീവികളുടെ നന്മയ്ക്ക് വേണ്ടി ചെയ്യുന്ന പഞ്ചകൃത്യങ്ങളും അനാദിയിലേ ഉള്ളതാണല്ലോ. അപ്പോൾ ശരീരവും കർമ്മങ്ങളും മോക്ഷത്തിന് ഒരു വിഘ്നവും ആകുന്നില്ലെന്ന് കാണാം. ശരീരവും കർമ്മവും ആത്മജ്ഞാനത്തിന് തടസ്സമേ അല്ല. പിന്നെ എന്തുകൊണ്ട് കർമ്മത്തെ ത്യജിക്കണം എന്ന് പറഞ്ഞു? കർമ്മത്തെ അല്ല ത്യജിക്കാൻ പറയുന്നത്, കർമ്മവാസനയാണ് ത്യജിക്കാൻ പറഞ്ഞത്. ശരീരത്തെ അല്ല ത്യജിക്കാൻ പറഞ്ഞത്, ഞാൻ ശരീരം എന്നുള്ള വിചാരത്തെയാണ് ത്യജിക്കാൻ പറഞ്ഞത്. കർമ്മത്തെ ത്യജിക്കാൻ പറ്റില്ല എന്ന് കൃഷ്ണൻ വളരെ വ്യക്തമായി ഗീതയിൽ പ്രഖ്യാപിച്ചു കഴിഞ്ഞു. നഹി കശ്ചിത് ക്ഷണമപി ജാതുതിഷ്ഠത്യകർമ്മകൃത്. കർമ്മം ചെയ്യാതെ ഒരു ജീവിക്കും ഇവിടെ നിലനിൽപ്പ് സാധ്യമല്ല. അങ്ങനെ പറയുന്ന കൃഷ്ണനോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ആചാര്യനോ നിങ്ങൾ കർമ്മം ചെയ്യരുതെന്ന് പറയൂ? ഈ കർമ്മ മണ്ഡലത്തിൽ, കർമ്മ നദിയിൽ വീണ് കിടക്കുകയാണ് നമ്മൾ. നമ്മെ തള്ളി 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 കൊണ്ടുപോകും ഈ കർമ്മം. ആ ഒഴുക്കിൽ വീണ് കിടക്കുകയാണ്. അതുകൊണ്ട് കർമ്മങ്ങൾ ചെയ്യരുതെന്നോ കർമ്മങ്ങളിൽ നിന്ന് വിട്ടു നിൽക്കണമെന്നോ നല്ല ഒരു വേദാന്തി പറയില്ല. ഞാൻ കർത്താവാണ് എന്നുള്ള ഭാവത്തെ ത്യജിക്കാമല്ലോ, ഞാൻ ശരീരമാണ് എന്നുള്ള തെറ്റിദ്ധാരണയെയും ഉപേക്ഷിക്കാമല്ലോ. അതാണ് വേണ്ടത്. അപ്പോൾ ശരീരവും കർമ്മങ്ങളും മോക്ഷത്തിന് ഒരു വിഘ്നവും ആകുന്നില്ലെന്ന് കാണാം. കുടമിരിക്കവേ അത് മണ്ണെന്ന് അറിയുവാൻ കഴിയുമ്പോൾ അതിനെ ഉടച്ച് മണ്ണെന്ന് കാട്ടിക്കൊടുക്കേണ്ട ആവശ്യമില്ല. ആകയാൽ ഹൈന്ദവമായ തത്വങ്ങളെ പരിശോധിച്ച് അവയ്ക്കുള്ളിലായി സ്ഥിതി ചെയ്യുന്ന പരമാർത്ഥ പൊരുൾ അറിഞ്ഞ് മായാതത്വങ്ങൾ ചേഷ്ടിക്കവേ തന്നെ, ഈ നാമരൂപങ്ങളെ നാം ഇന്ദ്രിയങ്ങളിലൂടെ ഗ്രഹിക്കവേ തന്നെ ആ പൊരുളിൽ നിന്നുകൊണ്ട് ചലനരഹിതനായി നിവർത്തിച്ചു കൊള്ളുക. ഉള്ളുകൊണ്ടാണ് പിൻവാങ്ങേണ്ടത്. പുറമെ കർമ്മത്യാഗം സാധ്യമല്ല, അഹങ്കാരത്യാഗം മാത്രമാണ് നമുക്ക് സാധ്യമായത്. കർമ്മത്യാഗം സാധ്യമല്ല. എന്തെങ്കിലുമൊക്കെ ചെയ്യാതെ ഇവിടെ ജീവിക്കാൻ പറ്റില്ല. ചുമ്മാതെ ഇരിക്കുന്നു എന്ന് പറഞ്ഞാൽ, ചുമ്മാതെ ഇരുന്നാൽ ശ്വസിച്ചുകൊണ്ടാണല്ലോ ഇരിക്കുന്നത്. നമ്മുടെ ഹൃദയം സ്പന്ദിക്കുകയാണല്ലോ ചെയ്യുന്നത്, കഴിച്ച ആഹാരം ദഹിക്കുകയാണല്ലോ ചെയ്യുന്നത്. അതൊക്കെ ഇൻവോളണ്ടറി ആക്ഷൻ ആണ് എന്നുള്ളത് ശരി, ഐച്ഛിക പ്രവർത്തനങ്ങളല്ല. എന്നാലും നമ്മുടെ ശരീരത്തിലുള്ള ചലനങ്ങളെ നമുക്ക് വേണ്ടെന്ന് വയ്ക്കാൻ പറ്റുമോ? അതിനെ ഉപേക്ഷിച്ചിട്ട് നിൽക്കാൻ പറ്റുമോ? സാധ്യമല്ല. അതുകൊണ്ട് കർമ്മങ്ങളെ അല്ല ത്യജിക്കേണ്ടത്. പരമാർത്ഥ പൊരുൾ അറിഞ്ഞ മായാതത്വങ്ങൾ ചേർത്തിക്കവേ തന്നെ അപ്പൊരുളിൽ നിന്നുകൊണ്ട് ചലനരഹിതനായി നിവർത്തിച്ചു കൊള്ളുക. ഇതാണ് നീ ഇപ്പോൾ ചെയ്യേണ്ടത്. നമുക്ക് കർത്തവ്യമായിട്ടുള്ളത് ഈ പ്രപഞ്ചത്തിന്റെ മിഥ്യാത്വവും താൻ ദേഹമല്ല എന്നുള്ള ശരിയായ അറിവും നേടുക മാത്രമാണ്. അല്ലാതെ പ്രപഞ്ചത്തെ മാറ്റിമറിക്കാനോ സ്വന്തം ശരീരത്തെ നശിപ്പിക്കാനോ ഒന്നും ഒരുമ്പെടരുത്. അത് കടുത്ത
അജ്ഞാനത്തിൻ്റെ ലക്ഷണമാണ്. ഇനിയുള്ള പദ്യങ്ങൾ നമുക്ക് നാളെ വായിക്കാം. ഓം പൂർണ്ണമദ പൂർണ്ണമിദം പൂർണ്ണാത് പൂർണ്ണമുദച്യതേ പൂർണ്ണസ്യ പൂർണ്ണമാദായ പൂർണ്ണമേവാവശിഷ്യതേ. ഓം ശാന്തി ശാന്തി ശാന്തി. ഹരി ഓം.